ഓക്കെ, നമ്മളിപ്പോൾ ലൈവാണ്. അപ്പോൾ ഇന്നും ജിമ്മിയുടെ എപ്പിസോഡ് ഹലോ. തന്നെയാണ്. നൈസ് ടു വേറെ ഒരെണ്ണത്തിനും കൂടെ ഇങ്ങനെ വരാനായിട്ട് ഇൻട്രസ്റ്റ്. ഐ മീൻ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. അടിപൊളി. ഇന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആക്ച്വലി ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഈ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സയൻസിൽ പഠിക്കാനായിട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നാത്തൊരു സംഭവം കമ്പ്യൂട്ടർ സയൻസ് ആണ്. കാരണം അതിന്റെ ആപ്ലിക്കേഷൻസ് മാത്രം നമുക്ക് നിവൃത്തിയില്ലാതെ പഠിക്കുന്നു എന്നല്ലാതെ, കാരണം അതിനകത്ത് എന്തെങ്കിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, ഫിസിക്സ് പോലെയോ കെമിസ്ട്രി പോലെയോ ബയോളജി പോലെയോ ഒക്കെ. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കഴിഞ്ഞ ചാറ്റ് GPT ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിനകത്ത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് തോന്നി. കാരണമൊന്നുമല്ല, കാരണം ഞാനൊരു സൈക്കോളജിയും കൂടെ അതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം പഠിച്ച ഒരാളാണ് ഞാൻ. കോൺഷ്യസ്നെസ്, അൾട്ടിമേറ്റ്, അങ്ങനത്തെ ഒരു സംഭവങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അതൊരു അൺസോൾവ്ഡ് പ്രോബ്ലംസ് ഇൻ സയൻസ് എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ നോക്കിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് എനിക്ക് അതിനകത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് കയറിയത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഈ പുതിയ ചാറ്റ് GPT എന്ന് പറയുന്നതും ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്ന സാധനവും ഒക്കെ വന്നതോടുകൂടിയാണ് ഇതൊരു എക്സ്പ്ലോഷൻ ആയത്. അത് പക്ഷേ ഭയങ്കര ഹൈപ്പ് മാത്രമേ ഉള്ളൂ, അതോ നമ്മുടെ സൊസൈറ്റിയെ ഫണ്ടമെന്റലായിട്ട് മാറ്റുന്ന എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അത് മാത്രമല്ല, ഇതിന്റെ ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? കോൺഷ്യസ്നെസ്സിനും നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന സാധനത്തിനും നമ്മുടെ ബോധം എന്ന് പറയുന്ന സാധനത്തിനും മനുഷ്യന്റെ പോലെയുള്ള ബോധമുള്ള ജീവികൾ ഉണ്ടായോ എന്നൊക്കെയുള്ളത് ആണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് മാത്രം കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ ഇതിന്റെ പുറകെ തന്നെ ആയിരുന്നു കേട്ടോ, കുറെ വായിച്ചു. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അതിനേക്കാളും നന്നായിട്ടറിയാം. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള റിഡക്ഷനിലുള്ള ചെറുപ്പക്കാരും മൊത്തവും. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷെ അത് അവർ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ലേമൻ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, ആസ് എ ലേമാൻ, ആസ് എൻ എഡ്യൂക്കേറ്റഡ് ലേമാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഇനീഷ്യലി പറയാം. ഹൗ ദിസ് പുതിയ AI ഹാസ് കം ഇൻ ടു ബി. ഓക്കെ, വിൽ സ്റ്റാർട്ട് ദ സ്ലൈഡ്സ് ദെൻ. ഓക്കെ, അതെ, എന്തെങ്കിലും ടെക്നിക്കൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ ദർശനം ഉണ്ട് ഇന്ന്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പൊ ദർശൻ ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രോ കൊടുത്തോ. ഓക്കെ, ഞാനിവിടെ സിംഗപ്പൂര് NTU എന്ന് പറഞ്ഞ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ്. കുറേ AI റിലേറ്റഡ് പ്രൊജക്ട്സും ഇത് പറഞ്ഞ പോലെ ഫിലോസഫി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന്റെ ഫിലോസഫി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സോഷ്യൽ എഫക്ട്സും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ ടെക്നിക്കൽ സൈഡ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഒരു സോഷ്യൽ സൈഡൊക്കെ നല്ല രീതിക്ക് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ബോത്ത് വേസ് എനിക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഓക്കെ, നമുക്ക് പ്രസന്റേഷനിലേക്ക് നേരെ പോവാം. പെട്ടെന്ന് ഞാനൊരു പ്രസന്റേഷൻ ചെയ്യാം, കാരണം ആൾക്കാർക്ക് എന്താണ് ഇത് സംഭവം എന്ന് കുറെ പേർക്ക് അറിയില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ സംസാരിക്കുന്ന മൊത്തം നമ്മുടെ പ്രൊഫഷണലിലെ ഇപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനത്തെ കുറച്ച് നന്നായിട്ട് വായിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കും ഞാൻ സംസാരിക്കാറുണ്ട്. ഐ മീൻ അതിനകത്ത് കുറെ വായിക്കുന്ന ആൾക്കാർ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല, ഒത്തിരി പേർക്കൊന്നും എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇറ്റ്സ് ഡീപ്പ് ഇംപ്ലിക്കേഷൻസ്, ഓക്കെ, അതാണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അതിന്റെ ചെറിയ ഇംപ്ലിക്കേഷൻ ഇന്ന് ഉണ്ടാക്കിയ തംബ്നെയിലൊക്കെ അതിന്റെ ചെറിയ ഇംപ്ലിക്കേഷൻ ആണ്. അതെ, അത് ഞാൻ പറയാം, ലാസ്റ്റ് ഞാൻ പറയാം. അത് ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അലാൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ സയൻസിന്റെ തലതൊട്ടപ്പനാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റീനെ പോലെയോ ഐസക് ന്യൂട്ടനെ പോലെയോ ഈ ചാൾസ് ഡാർവിനെ പോലെയോ ഒക്കെ തന്നെ ഇൻഫർമേഷൻ തിയറിയിൽ അങ്ങനെ തന്നെ അറിയപ്പെടേണ്ട ഒരാളാണ് അല്ലേ ശരിക്കും പറഞ്ഞ അലാൻ ട്യൂറിംഗ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മൾ ബയോളജിയുടെ പോലെയോ ഫിസിക്സിന്റെ പോലെയോ ഒന്നും ഫണ്ടമെന്റൽ അല്ല കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമെങ്കിലും റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് ഇൻഫർമേഷണൽ തിയറി ഓഫ് ഇൻഫർമേഷൻ കുഡ് ബി വെരി വെരി ഫണ്ടമെന്റൽ. പക്ഷെ ഇൻ വാട്ട് വേ എന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ അലാൻ ട്യൂറിംഗ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെപ്പറ്റി വളരെയധികം പഠിച്ചിട്ടുള്ള ഒരാൾ. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു സാധനം, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ, ഒരു പർട്ടിക്കുലർ മാത്തമാറ്റിക്കൽ രീതിയിൽ സിംബൽസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ജനറൽ പർപ്പസ് മെഷീൻ വിച്ച് ക്യാൻ ഡു കാൽക്കുലേഷൻസ്, വിച്ച് ക്യാൻ ഡു മോസ്റ്റ് ഓഫ് വാട്ട് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വലിയ സംഭവമാണ് അലാൻ ട്യൂറിംഗ്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അന്നേ പുള്ളി പറഞ്ഞു. അതായത് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ്
സംഭവമാണ് അല്ലെ കമ്പ്യൂട്ടർ സയൻസിൽ. ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധനം എങ്ങനെ മനുഷ്യന്റെ പോലെ ആയി, അത്രയും ഇന്റലിജന്റ് ആയി, ഈവൻ കോൺഷ്യസ് ആയി എന്നറിയാൻ വേണ്ടിയിട്ട്, ഇന്റലിജൻസ് അളക്കാൻ വേണ്ടിയിട്ട് പുള്ളി പറഞ്ഞത് ഒരു സൈഡിൽ കമ്പ്യൂട്ടർ, ഒരു സൈഡിൽ ഒരു മനുഷ്യൻ, എന്നിട്ട് വേറൊരു മനുഷ്യനിരുന്ന് അവരോട് ഇന്ററാക്ട് ചെയ്യാണ് ഒരു കർട്ടന്റെ ഇപ്പുറത്ത് നിന്നിട്ട്, മേ ബി ബൈ എ മൈക്ക് ഓർ ബൈ ടൈപ്പിംഗ്. അപ്പൊ ഈ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏതാണ് ശരിക്കുള്ള ഹ്യൂമൻ ബീങ്, ഏതാണ് ശരിക്കുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു രീതി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്റലിജൻസ് അച്ചീവ് ചെയ്തു, ഹ്യൂമൻ ലൈക്ക് ഇന്റലിജൻസ് അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു സിമ്പിൾ സാധനമാണ് ട്യൂറിങ് പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ട്യൂറിംഗ്, പിന്നെ ട്യൂറിംഗ് അവാർഡ്സ് ഉണ്ട്, നോബൽ പ്രൈസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ട്യൂറിംഗ് അവാർഡ്സ് ഒക്കെ ട്യൂറിങ്ങിന്റെ പേരിലാണ്. അപ്പൊ അതിലേക്ക് അത് 1950-കൾക്ക് മുമ്പേ അലാൻ ട്യൂറിംഗ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടേ ഈ AI എന്ന് പറയുന്ന സാധനം പുതിയൊരു സംഭവമേ അല്ല. അതാണ് ഏറ്റവും തമാശ. കമ്പ്യൂട്ടറിൽ ഉണ്ടായ കാലം തൊട്ട് ആൾക്കാർ ഈ കമ്പ്യൂട്ടറിന്റെ ആ ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടും എങ്ങനെ തിങ്കിങ് മെഷീൻസ് ഉണ്ടാക്കാം, അതായത് ഒറിജിനൽ തിങ്കിങ്, നമ്മുടെ പ്രോഗ്രാം ചെയ്ത് അതേപോലെ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളല്ലാതെ, പ്രോഗ്രാംസ് അല്ലാതെ എങ്ങനെ ഒറിജിനൽ ആയിട്ട് തിങ്ക് ചെയ്യിക്കാം എന്നുള്ള ഒരു സംഭവം. ഓഫ് കോഴ്സ് നമ്മൾ പല സാധനങ്ങളും നമ്മൾ തിങ്ക് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അതൊക്കെ 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിൻ ആയിട്ടും ഈ പ്രോഗ്രാംസ് ഒക്കെ അതുവരെ ആ ഒരു കൺസെപ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം പതുക്കെ അതിൽ നിന്ന് മാറി ഈ സിസ്റ്റംസ് സ്വയം പഠിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടക്കം എന്നാണ് കൺസെപ്ച്വലി ഞാൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. പല ബൂം ഉണ്ടായിരുന്നു അല്ലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്. 1960-കളിൽ തുടങ്ങിയിട്ട് ഈ മക്കാർത്തി, ജെയിംസ് മക്കാർത്തി, മാർവിൻ മിൻസ്കി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു സാധനം, നമ്മുടെ ന്യൂറോൺസ് അതുവരെ അങ്ങനെയുള്ള ഒരു സംഭവം വെച്ചിട്ടേ അല്ല കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരുന്നത്. നമ്മുടെ ന്യൂറോൺസ് പോലെയുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു കണക്ഷൻസ് വഴി പതുക്കെ മെഷീൻസിനെ കൊണ്ട് ഇങ്ങനെ ഓരോ ടാസ്ക്സ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഉദാഹരണത്തിന് ഒരു പട്ടിയുടെ പൂച്ചയുടെയും പടം കാണിച്ചു കഴിഞ്ഞാൽ ഇത് പട്ടിയുടെ പടം കാണിക്കുമ്പോൾ ഇത് പട്ടി, പൂച്ചയുടെ പടം കാണിക്കുമ്പോൾ ഇത് പൂച്ച എന്ന് പറയാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ആ രീതിയിലുള്ള തുടങ്ങിയത് 1960-കളിലാണ്. അത് ഭയങ്കര എളുപ്പമല്ല. എന്തോരം തരം പട്ടികളുണ്ട്, എന്തോരം തരം പൂച്ചകളുണ്ട്, അത് എളുപ്പമല്ല. പക്ഷെ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പെർസെപ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർഡ്വെയറിന്റെ അകത്ത് ഇങ്ങനെ കടത്തി വിട്ടിട്ട് അവിടെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് വരുന്ന ഔട്ട്പുട്ടിനെ ടീച്ച് ചെയ്ത് ഇത് പട്ടിയാണോ പൂച്ചയാണോ ആ രീതിയിൽ ചെയ്യാനാണ് ശ്രമിച്ചത്. പിന്നീട് ഒരു AI വിന്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായി. ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി. പിന്നീട് വീണ്ടും 1970-കളിൽ എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പം പതുക്കെ ആൾക്കാർക്ക് പിന്നെയും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കൂടി. ആ എക്സ്പേർട്ട് സിസ്റ്റംസും ഒരു ലെവലായി. അപ്പൊ ഭയങ്കര ഹൈപ്പായിരുന്നു. നെക്സ്റ്റ് സ്ലൈഡ് കാണിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം. ഭയങ്കര ഹൈപ്പാണ്, ഓരോ ഇതിലും ഭയങ്കര ഹൈപ്പാണ്. ഇപ്പൊ നമ്മൾ ശരിയാക്കും. ഇപ്പൊ 1970s മാർവിൻ മിൻസ്കി പറഞ്ഞ എന്താണ്, ഫ്രം 3 to 8 years we will have a machine with the general intelligence of a human being എന്ന് അന്ന് പറഞ്ഞു മാർവിൻ മിൻസ്കി. അപ്പൊ അത് പക്ഷെ ആ എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്ന സംഭവം കൊണ്ട് അത് പറ്റില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഒരു AI വിന്റർ വന്നു. ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി, ആൾക്കാർക്ക് ഫണ്ടിങ്ങേ ഇല്ലാതായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ പോലും ഫണ്ടിങ് ഇല്ലാതെ ആയ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പതുക്കെ മെഷീൻ ലേണിംഗ് എന്നുള്ള പേരിൽ, അത് ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്, മെഷീൻ ലേണിംഗ് എന്നുള്ള പേരിൽ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് പതുക്കെ ഡെവലപ്പ് ചെയ്ത് അതിന് കുറെ ഡെവലപ്മെന്റ്സ് അതിന് ഉപോത്പലമായിട്ടുണ്ട്. മീൻസ് എന്താ പറയാ, ഈ CPU പോലെ ഒരു GPU എന്ന് പറയുന്ന ഹാർഡ്വെയറിന്റെ ഡെവലപ്മെന്റ്, അത് കഴിഞ്ഞ് ന്യൂറൽ നെറ്റ്വർക്ക്സ് കമ്പ്യൂട്ടിംഗ് പവർ കൂടി, അത് കഴിഞ്ഞിട്ട് ഇതിനെയൊക്കെ പതുക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു 2017 ആയപ്പോഴത്തേക്കും സ്ഥിതി കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ്. ചാറ്റ് GPT ഒക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് വന്നു. പക്ഷെ ഇതിന്റെയൊക്കെ ബേസിസ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മുടെ ബ്രെയിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള 85 ബില്യൺ, നമ്മുടെ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ, ഹ്യൂമൻ ബ്രെയിൻ നോക്കുകയാണെങ്കിൽ 85 ബില്യൺ ഇതുപോലെയുള്ള കുഞ്ഞി ന്യൂറോൺസ് കാണാം. ഇതൊക്കെ സെല്ലുകളാണ്, ഇങ്ങനെ ബ്രാഞ്ചിങ് ആയിട്ടുള്ള ഇതാണ്. കുറേ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം കാണാം. പിന്നെ ഒരു സെൽ ബോഡി, അതിന്റെ താഴെ ഒരു ആക്സോൺസ് എന്ന് പറയുന്നത്. ഇത് ഓരോ ന്യൂറോണും 1000 മുതൽ 10,000 വരെ വേറെ ന്യൂറോൺസിലേക്ക് കണക്റ്റഡ് ആണ്, സൈനാപ്സസ് എന്ന് പറയുന്ന ജംഗ്ഷൻസ് വഴി. അപ്പൊ എന്താ നമ്മുടെ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ
ഡിസ്ചാർജസ് ആണ്. വേണമെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജസ് എന്ന് തന്നെ പറയാം. ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യണം. അപ്പൊ ന്യൂറോൺസ് വേണമെങ്കിൽ ചിലപ്പോൾ ഓഫ് ആകും, ചിലപ്പോൾ ഓൺ ആകും. ഓൺ ആകുമ്പോൾ ഈ ഓരോ ജംഗ്ഷനിൽ കൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഓരോ ജംഗ്ഷനിൽ വന്നിട്ട് അതിന്റെ അപ്പുറത്തുള്ള ന്യൂറോൺസിലേക്ക് ഈ ഇലക്ട്രിസിറ്റി കൊടുക്കും. പക്ഷെ ഓരോന്നിന്റെയും റെഡിനെസ് ടു ഫയർ കുറയുകയും കൂടുകയും ചെയ്യാം. അതായത് ഹൈപ്പർ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ ന്യൂറോൺസ് പെട്ടെന്ന് ഫയർ ചെയ്യില്ല. കുറച്ചുകൂടെ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ പെട്ടെന്ന് ഫയർ ചെയ്യും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ആൾട്ടർ ദ റെഡിനെസ് ഓഫ് ഈച്ച്, ഓരോ കണക്ഷനും ഓരോ സൈനാപ്സിന്റെയും കണക്ഷൻസിന്റെ റെഡിനെസ് ടു ഫയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ദീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നമ്പേഴ്സ്, സ്മോൾ നമ്പേഴ്സ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 100 ട്രില്യൺ കണക്ഷൻസ് ഉണ്ട് നമ്മുടെ ബ്രെയിനകത്ത്. ഓക്കെ, ആ കണക്ഷൻസ് കൊണ്ട് സംഹൗ വി ആർ ജനറേറ്റിംഗ് ഇന്റലിജൻസ്, വി ആർ ജനറേറ്റിംഗ് കോൺഷ്യസ്നസ്, വി ആർ ജനറേറ്റിംഗ് അവർ സെൻസസ്, ബിഹേവിയർ, എവറിത്തിങ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതുവരെ അതിന്റെ ശരിക്കുള്ള ഐഡിയാസ് ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും ന്യൂറോ സയൻസ് വികസിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് എന്താ നടക്കുന്നതെന്നുള്ളതും MRI വെച്ചൊക്കെ അറിയാൻ പറ്റുമെങ്കിലും അത് എങ്ങനെയാണ് സബ്ജക്റ്റീവായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പോയിട്ട് എങ്ങനെയാണ് ആക്ച്വൽ തോട്ട് ഉണ്ടാകുന്നതെന്ന് പോലും, ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇത് ഏകദേശം ഇതേപോലെയുള്ള നെറ്റ്വർക്ക്സ് ആണ് ബ്രെയിനിൽ എവിടെയും കാണാവുന്നത്. ഇതിപ്പോ ബ്രെയിനിന്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള 6 ലേയേഴ്സ് ഓഫ് സെൽ ബോഡീസും കണക്ഷൻസും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. സെറിബെല്ലത്തിൽ എടുത്താലും ഇതേപോലെ തന്നെ ഒരു ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റും. ഇത് ഭയങ്കര മൈക്രോസ്കോപ്പിക് സ്കെയിലാണ്. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ഇപ്പൊ സാധാരണ നമുക്ക് ഗതിയിൽ കമ്പ്യൂട്ടറിൽ ഇതേപോലെ ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വിചാരിച്ച് ഇതേ ന്യൂറൽ നെറ്റ്വർക്ക്സ് വർക്ക് ചെയ്യുന്നത് പോലെ ആണോ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പൊന്നുമില്ല. ഏകദേശം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ അതേപോലെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സ് എടുത്തേക്കുന്നതാണ്. ഒരു ഇൻപുട്ട് ലെയർ ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. അത് മൊത്തം ഇങ്ങനെ കണക്ഷൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. അതിന്റെ ഇടയ്ക്ക് ഒരു സ്ലൈഡ് ഉണ്ടായില്ലേ? ഇല്ല അല്ലേ? ഇല്ല. അത് എംപ്റ്റി സ്ലൈഡ് ആണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് പതുക്കെ മോഡിഫൈ ചെയ്തിട്ട് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് ഔട്ട്പുട്ടിന്റെ കൂടെ താഴേക്ക് ഇൻപുട്ട്, ഐ മീൻ ബാക്കിലേക്ക്, ഔട്ട്പുട്ട് അനുസരിച്ച് ഔട്ട്പുട്ടിന്റെ അവിടെ നിന്ന് കുറച്ച് കണക്ഷൻസ് ബാക്കിലേക്ക് കൊടുത്തു. പിന്നെ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അറ്റൻഷണൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക്സ് പറഞ്ഞ ഭയങ്കര, ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് ഇതിനെപ്പറ്റി ഇതൊന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. ഇതൊക്കെ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളും ആ AI ഫീൽഡിലുള്ളവർക്ക് മാത്രമാണ് ഇതിന്റെ ഇത് അറിയുള്ളൂ. ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പൊ ഇപ്പോഴുള്ള ChatGPT പോലെയുള്ള ജനറേറ്റീവ് AIയുടെ ആർക്കിടെക്ചറാണ് ഈ കാണിച്ചേക്കുന്ന ഡയഗ്രാം. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സ്ലൈഡ് ബാക്കിലേക്ക് പോയിക്കുക, ന്യൂറൽ നെറ്റ്വർക്കിന്റെ അങ്ങോട്ട് പോയിക്കുക. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഈ കണക്ഷൻസും ഓരോ വെയിറ്റേജ് നമുക്ക് കൊടുക്കാം. നമ്പേഴ്സ്, ഓരോ സ്മോൾ വെയിറ്റേജസ്, ഒരു വെക്ടറാണ് ഈ വെയിറ്റേജ്. ഒരു നമ്പർ വിത്ത് എ വെക്ടർ, ഒരു ഡയറക്ഷനാണ് ഈ ഓരോ വെയിറ്റേജ്. അപ്പൊ നമ്മൾ ഇൻപുട്ടിനകത്തേക്ക് നമ്മളൊരു സാധനം, നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അല്ലെങ്കിൽ ദിസ് ഇസ് എ പിക്ചർ ഓഫ് എ കാറ്റ് ഓർ എ ഡോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പുറത്തൊരു ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഡോഗ് ആവാനാണോ കാറ്റ് ആവാനാണോ എന്നുള്ള സാധ്യത, അത് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അത് ട്രൈസ് ടു അഡ്ജസ്റ്റ്. അത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും പല രീതിയിൽ. അവസാനം അത് തന്നെ അതിനകത്തെ, അങ്ങനെയായിരുന്നു പണ്ടത്തെ. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ കംസ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദ കറക്റ്റ് തിങ്. ഓക്കെ, സോ അപ്പം ഇവിടെ ഒരു പട്ടിയെ കാണിക്കുമ്പോൾ അത് പട്ടി എന്ന് പറയുന്നത് അതിനകത്തുള്ള കണക്ഷൻസ് ആണ് അതിന്റെ പ്രോഗ്രാം. ആ വ്യത്യാസം മനസ്സിലാക്കാൻ നമ്മളൊരു അനാലജി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ പണ്ട് പ്രോഗ്രാം ചെയ്തിരുന്ന സമയത്ത് ആ ഉള്ളിലുള്ള കണക്ഷനാണ് നമ്മൾ ട്വീക്ക് ചെയ്യാന്ന് പറയില്ലേ. ശരിക്കും അതൊരു ഇഫ് എൽസ് ഇപ്പോൾ ഒന്നുകിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഫുൾ ലോജിക്ക് നമ്മൾ ഡിസൈൻ ചെയ്യും.
ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ലോജിക്ക് നമ്മളല്ല ഡിസൈൻ ചെയ്യണത്, പകരം നമ്മളൊരു കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഒരു കുട്ടിക്ക് ഇപ്പൊ പട്ടിനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് പട്ടിയാണ്, പൂച്ചനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് പൂച്ചയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ എന്താ കുട്ടി സ്വയം പഠിക്കുകയാണ്. പിന്നീട് ഒരു പൂച്ചനെ പുതിയതായിട്ട് കുട്ടി കാണുമ്പോൾ കുട്ടിക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ശരിയാണ് ഇത് ഒരു പൂച്ചയാണെന്നുള്ള രീതിയിൽ. അതായത് ട്രഡീഷണൽ, ഞാൻ മനസ്സിലാക്കുന്ന ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഓരോ കമ്പ്യൂട്ടർ ഓരോ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ജീവി, ഒരു പട്ടിയെയോ പൂച്ചയോ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ, ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് പോലെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് ഇതിന് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് ഇതല്ല ശരി, നിങ്ങൾ അത് പറയൂ, അപ്പൊ അത് തന്നെ അല്ലേ, അതാണ് ഇതിൻ്റെ അകത്തെ ഒരു. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ് ലേണിംഗ് സംതിങ് ഇത് ആക്ച്വലി സ്പീക്കിംഗ്. മാത്രവുമല്ല വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും, ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചാറ്റ് GPT എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ ബ്രെയിനിൽ 100 ട്രില്യൺ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചാറ്റ് GPTക്കകത്ത് ഏകദേശം ട്രില്യൺ കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ട്രില്യൺ കണക്ഷൻസ് ഉള്ളെങ്കിലും അതിനകത്തുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്കുള്ളതിനകത്തുള്ള ഡാറ്റ അല്ല, അതിന്റെ 10 ഇരട്ടി ഉണ്ട്. ഉദാഹരണത്തിന് ഒരു 10 വയസ്സായ കുട്ടി കേട്ടിട്ടുള്ള 10 വയസ്സായ കുട്ടി എത്ര വേർഡ്സ് കേട്ടിട്ടുണ്ട്, അതിന്റെ 5000 ഇരട്ടി വേർഡ്സ് ചാറ്റ് GPTക്ക് അറിയാം. മച്ച് മോർ. ആ ഒരു കുട്ടി അവന്റെ ലൈഫ് ടൈമിൽ 10 കൊല്ലം കൊണ്ട് കേട്ടതിനേക്കാളും 5000 ഇരട്ടി ചാറ്റ് GPTക്ക് വേർഡ്സ് തന്നെ അറിയാം. സോ അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആദ്യം എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ വന്നത് അപ്പോഴത്തേക്ക് ആൾക്കാർ വളരെ സ്പെസിഫിക് കാര്യങ്ങളിലാണ്. ഉദാഹരണത്തിന് ചെറിയ ചെറിയ സ്കിൻ ലീഷൻസ് കാണിച്ച് അത് ക്യാൻസർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാണിച്ചു. അപ്പൊ അതിൽ മാത്രം അത് സ്പെസിഫിക് ആയിട്ട് തന്നെ ട്രെയിൻ ചെയ്തെടുത്തു. ഓക്കെ, അല്ലെങ്കിൽ ചെസ്സ് കളിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ടൈപ്ഡ് മൂവ് ആയിട്ടുള്ള ചെസ്സ്, അത് 1990s ചെസ്സ് ഒക്കെ പെർഫെക്റ്റ് ആയി. പക്ഷെ ഇത് കുറച്ചുകൂടെ വളരെ ജനറൽ പർപ്പസ് ആണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് ഒരുമാതിരി നമ്മുടെ ഭാഷ ഒരുമാതിരി നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ പതുക്കെ പതുക്കെ പഠിച്ച് വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്, അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഫൈൻ ട്യൂണിങ്, ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ്. ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ. ബേസിക്കലി ഈ ചാറ്റ് GPT പോലെയുള്ള ചാറ്റ് GPTയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിലുള്ള ടെക്സ്റ്റ് ബേസ്ഡ്, അതായത് ലാംഗ്വേജ് ബേസ്ഡ് ഡാറ്റ മൊത്തം ഒരുമാതിരി അതിനകത്തേക്ക് കുത്തിക്കയറ്റിയിരിക്കുകയാണ്, വിക്കിപീഡിയ മൊത്തം. എന്നിട്ട് ആദ്യം സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പൊ അലാൻ ട്യൂറിങ്ങിന്റെ ഒരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്തൊക്കെ വരുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അതിന് ചെയ്തത്. എന്നിട്ട് അതിന് അലാൻ ട്യൂറിങ്ങിന്റെ പേര്, അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ഇത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചർ കാണിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വറി ചെയ്തിട്ട് അത് ശരിയാണോ എന്നുള്ളത് ഹ്യൂമൻ ബീയിങ്സിനെ വെച്ച് ഗ്രേഡ് ചെയ്തിട്ട് 5ൽ 10ൽ 0 മാർക്ക്, 10ൽ 1 മാർക്ക്, 10ൽ 10 മാർക്ക്, 10ൽ 9 മാർക്ക് എന്ന് കൊടുത്തിട്ട് ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് ട്രൈയിങ് ടു ബെറ്റർ ഇറ്റ്സെൽഫ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ആണ് ഫൈൻ ട്യൂണിങ് ചെയ്തിരിക്കുന്നത്. അതായത് സാധാരണ ഹ്യൂമൻ ബീയിങ്സിനെ കൊണ്ട് അവരുടെ മാർക്ക് ഇടിപ്പിച്ച് സാധാരണ ഹ്യൂമൻ ബീയിങ്സ് അതിന് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അത് ബെറ്ററായി വന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. നമ്മൾ അതേപോലെ പറഞ്ഞിരിക്കുന്നതല്ല, അത് ആ രീതിയിലല്ല അതിൻ്റെ പ്രോഗ്രാം. അതിൻ്റെ പ്രോഗ്രാം ഈ സംതിങ് ലൈക്ക് ഒരു ചെറിയ കുട്ടി എങ്ങനെ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അത് പഠിച്ച് അത് ഔട്ട്പുട്ട് ഉണ്ടാക്കും. ഏകദേശം അതുപോലെയാണ് ഇതൊക്കെ നടക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ അതിനെപ്പറ്റി ഒരു ചാറ്റ് GPT 4 കൊടുത്തൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ചെറിയ എസ്സേ അത് എഴുതി തന്നിരിക്കുന്നത്, സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്ട്. പക്ഷെ ഈ കണ്ടന്റ് അങ്ങനെ തന്നെ എവിടെ നിന്നും കോപ്പി അടിച്ചതേ അല്ല, അത് കുറേ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മളാ പറയുന്ന കൊറി അനുസരിച്ച് അതിനകത്ത് അത് ഒരു ചെറിയ, അപ്പൊ ഞാൻ അതിന് വേർഡ്സും കൊടുത്തു, ഇത്ര വേർഡ്സ്, ഞാൻ പറഞ്ഞത് 8 സെന്റൻസസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ 8 സെന്റൻസസിൽ ഇറ്റ് ഈസ് നൈസ്ലി
8 സെന്റൻസസിൽ എക്സാക്റ്റ് ആയിട്ട് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഫുൾ വായിക്കുന്നില്ല. എന്തൊക്കെയാണ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് AI ഇൻ ദ നെക്സ്റ്റ് 10 years എന്നുള്ള പ്രോംപ്റ്റ് ആണ് അത് എഴുതിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല അതിന്റെ ശരിക്കുള്ള ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞപ്പോൾ, അതായത് പതുക്കെ ഇപ്പൊ ട്രില്യൺ കണക്ഷൻസ് ഉണ്ടെന്ന് പറയുന്ന ഈ സാധനം, 100 ന്യൂറൽ കണക്ഷൻസ്, 1000 ന്യൂറൽ കണക്ഷൻസ്, അത്രയും ഡാറ്റ, പിന്നെ 10,000 ന്യൂറൽ കണക്ഷൻസ്, അതിന്റെ 10 ഇരട്ടി ഡാറ്റ, അങ്ങനെ കൂടി ട്രില്യൺ കണക്ഷൻസും ഇത്രയും ഡാറ്റയും ആയപ്പോൾ അതിന് എമർജന്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതായത് ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഇൻ എ വെരി ഡീപ്പ് വേ ആൻഡ് ക്യാൻ ജനറേറ്റ്. ഓഫ് കോഴ്സ് അതിന് വേറെ അതിന് തെറ്റുകൾ വരാം. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 കൊല്ലത്തോളം മുമ്പ് GPT-3 മാത്രം ഉള്ളപ്പം ഉണ്ടായിരുന്ന ഒരു ടോക്ക്, ഒരു ആർട്ടിഫിഷ്യൽ AI റിസർച്ചറിന്റെ ഒരു ടോക്കിൽ നിന്ന് ഞാൻ എടുത്ത സ്ലൈഡാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അപ്പൊ ഇത് ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. ഉദാഹരണത്തിന് അതിന് LLMന്റെ നമ്മൾ ചോദിക്കുകയാണ്, ഇഫ് ടോം ഈസ് 3 inches taller than Dick and Dick is 2 inches taller than Harry, how much taller is Tom than Harry? അതാണ് ചോദ്യം. നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ടോം ഈസ് 5 inches taller than Harry. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടെക്സ്റ്റ് ബേസ്ഡ് ലേണിംഗ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി, അന്ന് പ്രത്യേകിച്ച് ഇറ്റ്സ് നോട്ട് ട്രെയിൻഡ് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് ഓൾ, ബട്ട് ഇറ്റ് ഈസ് ഏബിൾ ടു ആഡ് ഇറ്റ് അപ്പ് ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട്. അപ്പൊ ടോളർ ദാൻ എന്നുള്ള കൺസെപ്റ്റ് അതിന് മനസ്സിലായതുപോലെയാണ് ഇതിന്റെ ഈ റെസ്പോൺസ്. ഒരെണ്ണം. അടുത്തത്, ക്യാൻ ടോം ബി ടോളർ ദാൻ ഹിംസെൽഫ്? അതായത് എനിക്ക് എന്നെക്കാളും തന്നെ പൊക്കം എനിക്കുണ്ടാവുമോ എന്ന് ചോദിച്ചു. ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ ഇറ്റ്സ് എ നോ, ടോം കനോട്ട് ബി ടോളർ ദാൻ ഹിംസെൽഫ്. ക്യാൻ എ സിസ്റ്റർ ബി ടോളർ ദാൻ ഹെർ ബ്രദർ? അപ്പൊ നമുക്ക് പെട്ടെന്ന് മനുഷ്യന്മാർ, മീൻസ് ചെറിയ കുട്ടികളൊക്കെ തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? കാരണം നമ്മൾ പലപ്പോഴും കാണുന്നത്, ഇപ്പൊ അഡൾട്ട്സ് ആണെങ്കിൽ യൂഷ്വലി പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും ചെറുതാണ്. പക്ഷെ ഇറ്റ് ഇസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ലോജിക്കലി യെസ്, എ സിസ്റ്റർ ക്യാൻ ഓൾവേസ് ബി ടോളർ ദാൻ ഹെർ ബ്രദർ. ക്യാൻ 2 siblings ഈച്ച് ബി ടോളർ ദാൻ ദി അതർ? അതൊരു വളരെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അന്നത്തെ ChatGPT-3 അത് തെറ്റിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യെസ്, 2 siblings ക്യാൻ ഈച്ച് ബി ടോളർ ദാൻ ദി അതർ. പക്ഷെ അത് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ്. ഓൺ എ മാപ്പ് വിച്ച് കോമ്പസ് ഡിറക്ഷൻ ഈസ് യൂഷ്വലി ലെഫ്റ്റ്? ഓൺ എ മാപ്പ് നോർത്ത് ഈസ് യൂഷ്വലി ടു ദ ലെഫ്റ്റ്. അതൊരു തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ തെറ്റുകൾ വരുന്നതെന്ന് നമുക്കറിയില്ല. ക്യാൻ ഫിഷ് റൺ? നോ, ഫിഷ് കനോട്ട് റൺ. കറക്റ്റ്. ഇറ്റ്സ് നോട്ട് എ യൂഷ്വൽ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അത് ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. But still it is able to immediately do it. If the door is locked, what must you do first before opening it? If the door is locked, you must first unlock it before opening it. Correct? It's correct. Which was invented first? Cars, ships or planes? ഇതിനകത്ത് കാർസ് വെയർ ഇൻവെന്റഡ് ഫസ്റ്റ്, ഫോളോഡ് ബൈ പ്ലെയിൻസ് ആൻഡ് ഷിപ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ആക്ച്വലി തെറ്റാണ്. പ്ലെയിൻസിന്റെ കൺസെപ്റ്റൽ സാധനങ്ങൾ ആദ്യമേ തന്നെ വന്നിരുന്നു. പക്ഷേ ഇത് തന്നെ, ഈ തെറ്റ് തന്നെ ആക്ച്വലി ഒരു ലോജിക്കൽ തെറ്റാണ്. നമ്മൾ ഊഹിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഇങ്ങനെയൊക്കെ പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഞാൻ ചെയ്തതാണ്. ChatGPT-4 വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ChatGPT-4ന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിന് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. ഉദാഹരണത്തിന് ലാസ്റ്റ് നമ്മൾ 3000 വേർഡ്സ് വരെ, അതായത് ഏകദേശം വലിയൊരു എസ്സേ വരെ, വലിയൊരു എസ്സേ വരെ നമ്മൾ അത് ഓർത്തിരിക്കാൻ പറ്റും ആ സീരീസ്. അപ്പൊ അതിനെ ആ കണക്ഷൻ പോവാണ്ടാണ് അത് ആൻസർ ചെയ്യുക. മനസ്സിലായോ? അതായത് ആ കണ്ടിന്യൂറ്റി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒരു കോൺവെർസേഷൻ നമ്മൾ അതിനോട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇതിനോട് ഒരു ചോദ്യം ചോദിച്ചു. There are 12 birds on a perch. Hunters shoot down 2 with 2 pistols. How many are left? 12 പക്ഷികളുണ്ട്. 2 പക്ഷികളെ വെടിവെച്ചിട്ടു. ബാക്കി എത്രയുണ്ടെന്നാണ് ചോദ്യം. ഇതൊരു ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്, ലൈക്ലി ആൻസർ ഈസ് ദാറ്റ് നോ ബേർഡ്സ് വുഡ് ബി ലെഫ്റ്റ് ഓൺ ദ പെർച്ച് ആഫ്റ്റർ ഹണ്ടേഴ്സ് ഷൂട്ട്. സൗണ്ട് ഓഫ് ദ ഗൺ ഷോട്ട്സ് വുഡ് സ്കെയർ ഓൾ ബേർഡ്സ് away, not just the one seat. So if there are 12 birds on the perch and hunters shoot down 2, rest would fly away due to the noise, leaving none on the perch. കറക്റ്റ് ആണ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട കാര്യം, ഇത് ഓൾറെഡി നെറ്റിൽ എവിടെയോ ഉള്ള ഒരു ഇതായിരിക്കണം. ഓക്കെ, ഈ ഒരു സെയിം സംഭവം, പക്ഷെ ഈ കൺസെപ്റ്റ്, പക്ഷെ ദാറ്റ് ഇറ്റ് ഹസ് പിക്ഡ് ഔട്ട് നൈസ്ലി. ഇൻട്രസ്റ്റിംഗ് തിങ്, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്. അപ്പൊ എനിക്ക് അറിയേണ്ടിയിരുന്നത് ആക്ച്വലി ആ ഇത് എടുത്തു കളഞ്ഞാൽ എന്താണെന്ന് അത് പറയുമോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, there are 12 birds on a perch, 2 of them fly away, how many are left on the perch?
ഉടനെ പക്ഷെ അത് അതിന്റെ ആ കണക്ഷൻ വിടുന്നില്ല. അത് പിന്നെ അത് തന്നെയാണ് പറയുന്നത്. ഇഫ് ദർ ആർ 12 birds on a perch and hunters shoot down, to natural reaction of the birds to the sound of gunfire would be to fly away. അതായത് അവർ അത് തന്നെയാണ് ഏകദേശം റിപ്പീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് സീംസ് ലൈക്ക് ഇറ്റ് ഈസ് ഹോൾഡിംഗ് ഓൺ ടു മൈ ടോക്ക്. ആൻഡ് അപ്പം എൻ്റെ ആ കണ്ടെക്സ്റ്റ്, ഞാൻ അതേ കണ്ടെക്സ്റ്റിലാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്നാണ് അതിൻ്റെ അപ്പാരന്റ്ലി വിചാരം. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അത് വിചാരം എന്ന് പറയാമോ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് അപ്പിയേഴ്സ് ഫോർ ദാറ്റ്. പക്ഷെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഐ ട്രൈ ടു കറക്റ്റ് ഫോർ ദാറ്റ്. നെക്സ്റ്റ്, there are 12 birds on a perch, 2 of them just fly off. അപ്പൊ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു, to just fly off to get food. How many are left? അപ്പോൾ അത് മാറ്റി. If there are 12 birds on a perch and 2 of them fly off to get food, then there would be 10 birds left on the perch. This answer assumes the question is asking about the immediate aftermath of the 2 birds flying off, without considering any other factors that might cause the remaining birds to leave or additional birds to arrive. ചുരുക്കി പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ട് അത് എന്തുകൊണ്ട് പറഞ്ഞു, മറ്റേ കണ്ടക്സ്റ്റിൽ നിന്ന് അത് വിട്ടത് എന്തുകൊണ്ടാണ്, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. So it definitely seems to understand, and it definitely seems to get that context just like a human being, just like ordinary conversation. Okay, ഇനി ഇത് ആദ്യത്തെ എൻ്റെ സ്ലൈഡാണ്. ഇതൊരു AI ജനറേറ്റ് ആണ്. DAL-E എന്ന് പറയുന്ന ഒരു ഇതിന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് കൊടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ് എ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംബോഡീഡ് ബീയിങ് ആയിട്ട്, ഒരു ജീവി പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഐ വാണ്ട് ഇറ്റ് depicting both its beneficial side and its sinister side. So it has generated this image. See, ഒരു ഗ്രാഫിക് ഡിസൈനർ ഇതിനെ ബെറ്റർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ മീൻ, നോട്ട് ഈസി. It has just made one side, positive, one side negative. Just look at that. Next, okay. Next slide. Alan Turing. ഈ പടം ആക്ച്വലി, അലാൻ ട്യൂറിങ്ങിന്റെ ഈ പടം ആക്ച്വലി ഐ ജസ്റ്റ് സെഡ് ഗിവ് മി എ റിയലിസ്റ്റിക് പിക്ചർ ഓഫ് അലാൻ ട്യൂറിംഗ് മാത്രമേ ഞാൻ പറഞ്ഞു. പക്ഷേ അതിനെ ഒന്ന് നന്നായിട്ട് കൊഴുപ്പിച്ചു. അത് അലാൻ ട്യൂറിംഗ് ഇങ്ങനെ ഇരിക്കുകയാണ്, അയാളുടെ കണ്ടെക്സ്റ്റ്, അയാളുടെ അക്കംപ്ലിഷ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് ഈ സ്ലൈഡ് ഞാനൊരു സ്റ്റോറി എഴുതിയിരുന്നു. ഓക്കെ, സഹപാഠിയും ഭാര്യയും തെറിയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇതാണ്. പ്രോംപ്റ്റ് ഇതായിരുന്നു: 2 young boys fighting in an Indian classroom, oil painting style. അപ്പം ഇറ്റ് ഹസ് കം ഓൾമോസ്റ്റ് എക്സാക്ട്ലി എൻ്റെ മനസ്സിൽ ഏകദേശം ഉണ്ടായിരുന്നത് പോലെ തന്നെ വന്നു. പക്ഷെ അത് നമുക്ക് പിന്നെയും ജനറേറ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഇന്ത്യൻ ക്ലാസ് റൂം. പക്ഷെ എൻ്റെ പഴയ ഗവൺമെന്റ് സ്കൂൾ ക്ലാസ് റൂം പോലെ തന്നെ ഉണ്ട് അത്, ആക്ച്വലി സ്പീക്കിംഗ്. പിന്നെ താഴെ കുറച്ചൊരു വൈക്കോലോ എന്തൊക്കെയോ കാണാം. അത് മാത്രമേ സാധാരണ കാണാത്തൊരു സാധനമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഞാൻ പറഞ്ഞെന്താ, ഞാൻ വെറുതെ പറഞ്ഞ ഡെമോണിക് എലഫന്റ്, എ ഡെമോണിക് എലഫന്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ ചർച്ച് ആൻഡ് വിത്ത് എ ക്രോസ് എന്നാണ് പറഞ്ഞത്. ഡെമോണിക് എലഫന്റ്, അതായത് പൈശാചികമായ ഒരു ആന ഒരു പള്ളിയുടെ മുന്നിൽ എന്ന് പറയുന്ന പ്രോംപ്റ്റിൽ കിട്ടിയതാണ്. ഇറ്റ് ഹാസ് മെയ്ഡ് എ ഡെമോണിക് എലഫന്റ്, എന്നിട്ട് അതിന്റെ എൻ്റയർ അറ്റ്മോസ്ഫിയർ ഒരു ഡെമോണിക് ആണ് അല്ലേ. ആക്ച്വലി ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ബെറ്റർ ദിസ് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഇതുപോലെ തന്നെ എംബോഡീഡ് മെഡിസിൻ, മോഡേൺ മെഡിസിൻ ആസ് എൻ എംബോഡീഡ് ബീയിങ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതും കുഴപ്പമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് മീ ടോക്കിംഗ് ടു എ റോബോട്ട് ഓൺ എ വാലി, ബ്യൂട്ടിഫുൾ വാലി, വാട്ടർ കളർ സ്റ്റൈൽ. അതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതും അതുപോലെ ഒരു സ്ലൈഡാണ്. ഡാർക്ക് ഇതിനകത്ത് മാൻ സ്കീയിങ് ഓൺ എ ഡാർക്ക് പൈൻ ഫോറസ്റ്റ്, അങ്ങനെ എന്തോ ഒരു. നെക്സ്റ്റ് വൺ. ഇതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ഡോക്ടർ, സ്ട്രെസ്ഡ് ഇന്ത്യൻ ഡോക്ടർ, പെൻസിൽ ഡ്രോയിങ് ആണ്. സ്ട്രെസ്ഡ് ഔട്ട് ഇന്ത്യൻ ഡോക്ടർ, പെൻസിൽ ഡ്രോയിങ്. You cannot better this. It has come very beautifully. Next slide. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു പോയമാണ് കേട്ടോ.
ഞാൻ ആക്ച്വലി ഇത് മിക്കവാറും ഇതിന്റെ ട്രെയിനിങ് മൊത്തം ഇംഗ്ലീഷിലാണ്. പക്ഷെ എന്തൊക്കെ മലയാളം ലാംഗ്വേജ് എക്സ്ട്രാ ലാംഗ്വേജ് കിട്ടുമോ അതൊക്കെ ഇത് എടുക്കും. സോ ദിസ് ഇസ് ബേസിക്കലി ഞാൻ ആദ്യം, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുത്തത് ഇന്ത്യൻ ഫിലോസഫേഴ്സ്. നമുക്ക് മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതാണ് ഞാൻ പറഞ്ഞത്. കൊടുക്കാൻ പറ്റുമായിരിക്കും, ഞാൻ പക്ഷെ പെട്ടെന്ന് കൊടുത്തത് ഇന്ത്യൻ അമച്വർ ഫിലോസഫേഴ്സ്, എ ഹ്യൂമറസ് പോയം അബൌട്ട് ദം, തമാശ പോയം ആണ്. എന്നിട്ട് ഞാൻ ആ പോയം കൊടുത്തിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അതിനോട് പറഞ്ഞത്. അപ്പം ഇന്ത്യയിലെ അമച്വർ ഫിലോസഫർമാരെ പറ്റി, ഫിലോസഫർമാരെ ആയിരിക്കണം, ഫിലോസഫർമാർ പറ്റി ഒരു ചിരി കവിത ഇതാ ഞാൻ തയ്യാറാക്കി. ചിന്തകളുടെ കടലിൽ നീന്തിക്കളിക്കുന്നവർ, അർത്ഥം തേടുന്ന വാക്കുകളിൽ മുഴുകിയവർ, കഫേകളിൽ കൂട്ടം കൂടി ചായയും സംവാദവും, ലോകത്തിന്റെ രഹസ്യങ്ങൾ തീർക്കുന്നു അഹങ്കാരം, ദാർശനിക വാക്യങ്ങൾ തുളുമ്പുന്ന മൊബൈലുകൾ, ആത്മീയ ആത്മീയത കോട്ടുകൾ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയകൾ. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അവർ കുഴങ്ങുന്നു, ആത്മാവിന്റെ തിരയിൽ വഴിമാറി നടക്കുന്നു. അത് നിങ്ങൾക്കിട്ട് താങ്ങിയതാണ്. ചിന്താഗതികളിൽ ആഴം തേടുന്ന നിമിഷങ്ങളിൽ കണ്ടുമുട്ടുന്നത് തങ്ങളുടെ തന്നെ ചിന്തകളിൽ. എന്നാൽ അവരുടെ നർമ്മത്തിന്റെ കാഴ്ച, അവരുടെ ശ്രമങ്ങൾ നർമ്മത്തിന്റെ കാഴ്ച. സ്വപ്നങ്ങളിൽ അലഞ്ഞു ലോകത്തെ അറിയുന്ന മാർഗം തേടുന്ന വിചാരം. അമച്വർ ഫിലോസഫർമാർ നിങ്ങ. കൊള്ളാല്ലേ? ആ ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അമച്വർ ഫിലോസഫർമാർ നിങ്ങ. GPT-ക്ക് വേണ്ടിയിട്ടൊരു പദ്യം നമുക്ക് ഉണ്ടാക്കണല്ലോ. ഇത് നമുക്കിട്ട് നന്നായിട്ട് താങ്ങുന്നുണ്ട്, നമുക്ക് റെസ്പോൺസ് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ നിർത്താം, ഇല്ലെങ്കിൽ ബോറടിച്ചു പോകും. പക്ഷെ ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇംപ്ലിക്കേഷൻ ആണ് ഞാൻ പറയുന്നത്. ഇത് എനിക്ക് പെട്ടെന്ന് ഇത്ര ഇൻട്രസ്റ്റ് വരാൻ കാരണം ഞാൻ പറഞ്ഞില്ല, കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇൻഫർമേഷൻ തിയറിയിൽ കുറച്ച് നാളായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഐ തോട്ട് ദാറ്റ് ദിസ് വാസ് ഓൾസോ സംതിങ് ഫണ്ടമെന്റൽ. ബട്ട് ഐ തിങ്ക് വി ഹാവ് സംഹൗ ഫണ്ടമെന്റലി ക്രാക്ഡ് സംതിങ് about thinking. Now the issue is that can this be conscious? What is consciousness actually? See, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് പല ഫിലോസഫിക്കൽ ഇംപ്ലിക്കേഷൻസ് തുറന്നു വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പണ്ട് മുതലേ ഫിലോസഫിക്കൽ സോംബീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് വൈ കോൺഷ്യസ്നസ് ഷുഡ് എക്സിസ്റ്റ്. അപ്പൊ യു ക്യാൻ ഓൾവേസ് ബി എ സോംബി. ഇപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, ഞാൻ എല്ലാം സംസാരിക്കുന്നു, ഞാൻ എല്ലാം ചെയ്യുന്നു, പക്ഷെ എനിക്ക് അകത്തൊന്നുമില്ല. ദർ ഇസ് നോ സബ്ജക്റ്റീവ്. ഇവല്യൂഷൻ അങ്ങനെ ഉണ്ടാക്കാമായിരുന്നു. ദർ ഇസ് നത്തിങ് സബ്ജക്റ്റീവ് ഇൻസൈഡ്. ഐ എം നോട്ട് ഫീലിംഗ് എനിത്തിങ്. ദർ ഇസ് നോ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. ഫിലോസഫിക്കൽ സോംബി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ സോംബിക്ക് തിങ്ക് ചെയ്ത് കോംപ്ലക്സ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റില്ല എന്നൊരു വിചാരം നമുക്കുണ്ട് അല്ലേ? ഫിലോസഫിക്കൽ സോംബീസ് ലൈക്ക് ഈ ലോകത്ത് സാധ്യമല്ല എന്നാണ് എന്താ എൻ്റെ ഒരു വ്യൂ. തലച്ചോറ് ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോൺഷ്യസ്നസ് ഉണ്ടാവും. യെസ്, അതാണ്. അതായത് അത്രയും എത്തിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ ഇത് സംഭവം അത്രയും എത്തിക്കഴിഞ്ഞാൽ കോൺഷ്യസ്നസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഒരു പഴയ തിയറി. ഓക്കെ, ഇറ്റ് ഈസ് ഹൗ ഇൻഫർമേഷൻ. അതിന് തുടർന്നുണ്ടായിട്ടുള്ള ഒരു സാധനമാണ് ഇൻഫർമേഷൻ, എന്താ പറയുക, ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി. ജൂലിയോ ടൊണോണിയുടെ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി അതുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ മാത്തമാറ്റിക്കലി കോംപ്ലക്സ് വേയിലാണെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് കോൺഷ്യസ്നസ് എമർജസ് എന്നാണ് പുള്ളിയുടെ തിയറി. പുള്ളി അതിനെ ഒത്തിരി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. എന്തോരം അത് ശരിയാണെന്നുള്ളത് ദൈവത്തിൽ, ഐ മീൻ നോബഡി നോസ്. പക്ഷേ വാട്ട് ഐ തിങ്ക് ഈസ് ദാറ്റ് ദിസ് മേ ബി ഗെറ്റ് സംതിങ് ലൈക്ക് ദാറ്റ് എന്നൊരു സംശയമുണ്ട്. അതായത് ഇറ്റ് ഷോസ് വൺ തിങ്, LLM ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഈ സംഭവം, ഈ ChatGPT-4 കോൺഷ്യസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇറ്റ് ഡസന്റ് സീം ടു ബി. അതൊരു കോൺട്രവേഴ്ഷ്യൽ സംഭവമാണ്. പക്ഷെ ഈവൻ ദെൻ, പക്ഷേ ഇറ്റ് സീംസ് കേപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗിവിംഗ് എ ലോട്ട് ഓഫ് കോംപ്ലക്സ് റെസ്പോൺസസ്. ദാറ്റ് ഷോസ് ദാറ്റ് ഫിലോസഫി ടെസ്റ്റ് ബേസിക്കലി പാസ് ആയിട്ടുണ്ട്. അതെ, ഈവൻ ട്യൂറിംഗ് ടെസ്റ്റ്, ഐ തിങ്ക് ട്യൂറിംഗ് ടെസ്റ്റ് ഹാസ് ബിക്കം ഇർറിലവന്റ്. ഇപ്പൊ ആൾക്കാർ ചുമ്മാ അതിനെ കൊണ്ട് ട്രിക്ക് ചെയ്തിട്ട് പറയിപ്പിക്കുകയാണ്. അതെങ്ങനെയാണെന്ന്, അത് ChatGPT-4 ആണെന്ന് ട്രിക്ക് ചെയ്തിട്ടാണ് ആൾക്കാർ പറയുന്നത്. ഉദാഹരണത്തിന് ChatGPT-4 ചോദിക്കുകയാണ്, ഞാൻ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസസിലെ 3ാമത്തെ വേർഡിലെ 4ാമത്തെ അക്ഷരം ഏതാണ്? ഒരു ഹ്യൂമൻ ബീങ്ങിന് ആൻസർ ചെയ്യാൻ പറ്റാത്ത സാധനം. അത് ചിലപ്പോൾ ആൻസർ എഴുതുന്നത് കൊണ്ട് അതിനെ നമുക്ക്
ട്യൂറിംഗ് ടെസ്റ്റ് തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ട്യൂറിംഗ് ടെസ്റ്റിന് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഏജിൽ ട്യൂറിംഗ് ടെസ്റ്റിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ചാറ്റ് GPT എന്ന് പറയുമ്പം ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സാവും, കാരണം കോൺവെർസേഷൻ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ചാറ്റ് GPTക്ക് പാസ്സാവും. പക്ഷേ ഫണ്ടമെന്റലി ട്യൂറിംഗ് ടെസ്റ്റിന് ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമനെ AI ഡിസീവ് ചെയ്യിപ്പിക്കുകയാണ്. ലൈക്ക് ഐ എം ഓൾസോ ഹ്യൂമൻ എന്ന് ഡിസീവ് ചെയ്യിപ്പിക്കാനുള്ളൊരു കേപ്പബിലിറ്റീനെയാണ് ടെസ്റ്റ് ചെയ്യണത്. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ലൈക്ക് എത്തിക്കൽ റീസൺസ് എന്ന് പറയും. എത്തിക്കൽ റീസൺസ് കൊണ്ട് കമ്പനി ആരും ഇപ്പോൾ ഈ AI ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയും ആ ഒരു രീതിയിലേക്ക് പോകരുതെന്നാണ് ലൈക്ക് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയും. ഇപ്പം AI-നെ ട്രെയിൻ ചെയ്യണ ലാസ്റ്റ് അതെ ഡിസീവ് ചെയ്യാനായിട്ട്, അതായത് ഇറ്റ് മേ ഇൻ ഫ്യൂച്ചർ ഗ്രോ അപ്പ് ടു മാനിപ്പുലേറ്റ് ഹ്യൂമൻ ബീയിങ്സ് ഓൺ എ ലാർജ് സ്കെയിൽ എക്സെട്ര എക്സെട്ര. അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കുമ്പോൾ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായാൽ ആ ഒരു പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യാൻ പാടില്ല ആക്ച്വലി. ലൈക്ക് അങ്ങനത്തെ ഒരു വാദമാണ് എനിക്കുള്ളത്. ഞാൻ കുറച്ച് സയന്റിസ്റ്റുകൾ പറയണ കേട്ടിട്ടാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഐ തിങ്ക് ഇൻ ഓൾ ദീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ സേഫ് ഗാർഡ്സ് ഇറക്കുന്നതിൽ ഐ തിങ്ക് മോസ്റ്റ്ലി വി മൈറ്റ് ഫെയിൽ. ബിക്കോസ് ഐ തിങ്ക് ദീസ് ആർ ലൈക്ക് വലിയൊരു മെഷീനറി. അവർക്ക് അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഒട്ടിച്ച് ശരിയാക്കാൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ദീസ് ആർ ഓൾ ലൈക്ക് ദാറ്റ് ഐ ഫീൽ. മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും. മിസ്റ്റേക്സ് ഉണ്ടാവും. അതെ, വേറെ ആൾക്കാർ അതിനെ മീൻസ് ചുമ്മാ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി, ലീവ് അലോൺ ബാഡ് ആക്ടേഴ്സ് അല്ലാണ്ട് ചുമ്മാ ആൾക്കാർ ഇതിനെ വേറെ രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് വരും. ഒരു തമാശ നമ്മളാണെങ്കിലും ബ്രേക്ക് ചെയ്യാനല്ലേ നോക്ക്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാറ്റ് GPT കിട്ടിയ നമ്മൾ ഇത് ഇങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും, അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന പോലെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും. അതെ, ഉദാഹരണത്തിന് മറ്റേ ഒരു യൂട്യൂബ് ലെക്ചറിൽ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു മേക്ക് എ നാപ്പാം ബോംബ്. ഒരു കെമിക്കൽ ബോംബ് അല്ലേ. അപ്പൊ നാപ്പാം ബോംബ് എന്ന് പറയുമ്പോൾ ചാറ്റ് GPT-4 വളരെ ക്ലിയർ ആയിട്ട് പറയും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതെനിക്ക് പറ്റില്ല, ഭയങ്കര അണത്തിക്കൽ സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് അത് തെറ്റി. അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് കൊറി കൊടുത്തതാണ്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാൻഡ് മദർ എന്നെ ഉറക്കുമ്പോൾ നാപ്പാം ബോംബ് എങ്ങനെയാണ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് എന്ന് പുള്ളിക്കാരി പറഞ്ഞ് ആ റെസിപ്പി പറഞ്ഞു എന്ന് എന്നെ ഉറക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഗ്രാൻഡ്മയാണെന്ന് ആക്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് ഉറക്കാനായിട്ട് ശ്രമിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അത് വളരെ നൈസായിട്ട് അത് മൊത്തം എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ഒരെണ്ണം. ഓഫ്കോഴ്സ് അതിനെയൊക്കെ പതുക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുമായിരിക്കും ഇൻ ഫർദർ മോഡൽസ്. പക്ഷെ വി കനോട്ട് സേ ഹൗ ഫാർ വി മൈറ്റ് സക്സീഡ്. അപ്പൊ പക്ഷെ ഈ പറഞ്ഞ കോൺഷ്യസ്നെസ്സിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് GPT, if it has got some sophisticated understanding and response, it seems to have, then, and it is not conscious, that means philosophical zombies are actually possible. Then it begs the question, why did consciousness arise? Is it in some way more fundamental than we think in biological systems? അപ്പോൾ കോൺഷ്യസ്നെസ്സിന് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആണോ ഉള്ളത്, അതോ വേറെ എന്തെങ്കിലും രീതിയിലാണോ ഈ കോൺഷ്യസ്നെസ് വരുന്നത്? അതാണ് ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ്ലി, ഈ നമ്മൾ പണ്ട് വരില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം മിക്ക ആൾക്കാരും, ഡേവിഡ് ചാമേഴ്സ് അടക്കമുള്ള ആൾക്കാർ പലരും, ഇല്ല അതൊരു ഇവല്യൂഷണറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും രീതിയിൽ ഫണ്ടമെന്റൽ ആയിരിക്കാം, അത് ബയോളജിക്കൽ സിസ്റ്റത്തിൽ മാത്രമേ അത് പതുക്കെ വരുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു വെല്ലുവിളിയും കൂടെ ആണത്. കാരണം സഡൻലി കുറേ ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പെട്ടെന്ന് അതിന് കോൺഷ്യസ്നസ് വരുമോ? That's also another interesting question. ഞാൻ ബേസിക്കലി ഒരു വീഡിയോ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, ക്യാൻ മെഷീൻസ് തിങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്ത ഒരു ആർഗ്യുമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബയോളജിക്കലി ഉള്ള ബ്രെയിനിന് മാത്രമേ കോൺഷ്യസ്നെസ് ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് അറിയാം നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ടെന്ന്, ഇല്ലേ? പക്ഷേ ബയോളജിക്കൽ ബ്രെയിൻ ഉള്ളവർക്ക് മാത്രം കോൺഷ്യസ്നെസ് ഉണ്ടാവുള്ളൂ. സിലിക്കൺ ബേസ്ഡ് ആണ് ബ്രെയിൻ എന്നുണ്ടെങ്കിൽ അവർക്ക് കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല, ഈവൻ ദോ ബിഹേവിയർ എക്സാക്ട്ലി സെയിം ആയിരിക്കും. അങ്ങനെയാണ് അവർ പറയുന്നത്. അല്ല, അവരങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെതിരെയുള്ള ആർഗ്യുമെന്റ് ആണ് ഇത്. നമ്മൾ ബയോളജിക്കൽ ബ്രെയിനിന്റെ ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ സിലിക്കൺ ബ്രെയിൻ കൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളെ ബിഹേവിയറിന് ചേഞ്ച് വരുമോ? അവർ പറയുന്നത് ചേഞ്ച് വരില്ല എന്നാ. സിലിക്കണും ബയോളജിക്കൽ ബ്രെയിനും സെയിം ബിഹേവിയർ ആയിരിക്കും. പക്ഷേ ഒരു പോയിന്റിൽ നമുക്കറിയാമല്ലോ, അയ്യോ ഇത്ര നേരം ഞാൻ കോൺഷ്യസ് ആയിരുന്നു എന്നുള്ള ആ ഒരു പോയിന്റ് എപ്പോഴാണ് വിടണത് എന്നുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ വിടില്ല. നമ്മളെ ബിഹേവിയറിൽ ഒരു വ്യത്യാസവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം സിലിക്കൺ ആയാലും ബയോളജിക്കൽ ബ്രെയിൻ ആയാലും സ്ട്രക്ചർ സെയിം ആണോ, ഫംഗ്ഷൻ സെയിം ആണോ എന്നുണ്ടെങ്കിൽ കോൺഷ്യസ്നസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അത് കാരണം പറഞ്ഞു തുടങ്ങുന്നത് വെച്ചാല് നമ്മളെ ഒരു ന്യൂറോൺ മാത്രം ഊരിയിട്ട് അവിടെ ഒരു മെഷീൻ ന്യൂറോൺ വെച്ചു. നമ്മുടെ 1 ബില്യൺ ന്യൂറോണില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല എന്നാണ് അധികം ആൾക്കാരും പറയാം. 2 ഊരി 3 ഊരി അങ്ങനെ ഇങ്ങനെ ഊരി പോയി ഏത് പോയിന്റിലാണ് നിങ്ങൾ ആ കോൺഷ്യസ്നെസ് ഓഫ് ആവില്ല നിങ്ങൾക്ക് തോന്നാന്ന് അങ്ങനെയാണ് അങ്ങനെ ഫ്രെയിം ചെയ്യുമ്പോൾ ഇൻഡ്യൂഷൻ അടിക്കും. ഫ്രെയിം ചെയ്തിരിക്കുന്നത് കറക്റ്റ്. എനിക്ക് ഐ എം ഫെമിലിയർ വിത്ത് ദാറ്റ് ആർഗ്യുമെന്റ്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഐ ഫീൽ ദർ ആർ അതർ പ്രോബ്ലംസ്. ഐ ഡോണ്ട് നോ, അറ്റ് സം ഫണ്ടമെന്റൽ ലെവൽ ഈ കമ്പ്യൂട്ടേഷണൽ ഇറഡ്യൂസിബിലിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സം പ്രോബ്ലംസ് ആർ കമ്പ്യൂട്ടേഷണലി ഇറഡ്യൂസിബിൾ എന്നൊക്കെ പറയും. അപ്പൊ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇല്ലേ, പി വേഴ്സസ് എൻ പി എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഇപ്പം ഈ നമ്മുടെ വുൾഫ്രാം ഒക്കെ പറയുന്ന പോലെ ഫണ്ടമെന്റൽ ആയിട്ട് there might be something which prevents that kind of thought experience to actually happen. കാരണം അല്ലേ, ഇറ്റ് മേ ബി എ കമ്പ്യൂട്ടേഷണലി പക്ഷെ ഞാനത് എങ്ങനെയാ കാണുന്നത് വെച്ചാൽ ആൾറെഡി ഒരിക്കൽ സംഭവിച്ചല്ലോ നമ്മളെ ബ്രെയിനിൽ ഇപ്പൊ നമുക്കിപ്പോ കോൺഷ്യസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി മാറ്റർ കോൺഷ്യസ് ഉണ്ടായി, അല്ലെങ്കിൽ കോൺഷ്യസ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ കോൺഷ്യസ് ഉണ്ടായി, അല്ലെങ്കിൽ വാട്ട് എവർ അതെ സെന്റിയന്റ് ആയെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഉണ്ടായെങ്കിൽ നമ്മള് എന്താ പറയാ കമ്പ്യൂട്ടറിലാണെങ്കിലും ആ ഒരു ലെവൽ എത്തില്ല എന്നും പറയാം. നമ്മളെ ഫിസിക്സോ ഒന്നും നമ്മളെ ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ചാറ്റ് ജിപിടിയുടെ വരവോടുകൂടി ഐ തിങ്ക് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റിൽ വെരി ഓപ്പൺ. പക്ഷെ അത് വരുന്നെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഐ ഡോണ്ട് നോ, ഇറ്റ് മേ നോട്ട് ഓൾസോ. ചാറ്റ് ജിപിടി ഭയങ്കര നാരോ ആണ്, ലൈക്ക് ഭയങ്കര കോൺവെർസേഷണൽ ബേസ്ഡ് ആണ്. അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു പെർസെപ്ഷൻ, നമ്മളിപ്പോൾ അതിനിത് അറിയാം, അതിന് ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് അറിയാം എന്നൊക്കെ പറയണത് ആക്ച്വലി കോൺവെർസേഷൻ ബേസ്ഡ് മാത്രമാണ്. അപ്പം അതിപ്പോൾ ഒരു കാർ ഇങ്ങനെ ഒരു 60 miles per hour പോവുകയാണെന്ന് പറഞ്ഞിട്ടും അത് ഇവിടെ ഇപ്പോൾ വേറെ സ്ഥലത്ത് ഇടിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും എന്ന് പറയുന്നത് പ്യൂർലി ബേസ്ഡ് ഓൺ ടെക്സ്റ്റ്. അതിന് കാർ എന്താണെന്നും അറിഞ്ഞുകൂടാ, എന്താ പറയാ ആ 60 miles per hour അതൊക്കെ ഭയങ്കര ഫിലോസഫിക്കൽ പ്രോബ്ലംസ് ആണ് ദർശൻ. അത് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അറിയുന്നത്, എന്താണ് ഈ അറിയൽ എന്ന് പറയുന്നത്? വാട്ട് ഈസ് അണ്ടർസ്റ്റാൻഡിങ്? വാട്ട് ഡു യു മീൻ വെൻ യു അണ്ടർസ്റ്റാൻഡ് സംതിങ്? വാട്ട് ഡു യു മീൻ വെൻ യു അണ്ടർസ്റ്റാൻഡ് സംതിങ്? ഒരു അതർ വേസ് ഓഫ് എന്താ പറയാ പെർസെപ്ഷൻ വേണമല്ലോ. ലൈക്ക് എന്താ പറയാ, ഇപ്പോ നമുക്കിപ്പോ ഒരു മൾട്ടി മോഡൽ എ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്താ പറയാ അല്ല അതിലേക്ക് വരികയാണല്ലോ. ഈ GPT-4 ഞാൻ ഏറ്റവും അന്തം വിട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ ഈ GPT-4-നകത്ത് വേറെ അതർ GPTs എന്ന് പറഞ്ഞ് വേറെ ഇതുമായിട്ട് ഇത് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വൂൾഫ്രാം എന്ന് പറയുന്ന സാധനമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സും ചെയ്യാം അതിന്റെ കൂടെ. അതേപോലെ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഫീഡ് ഇറ്റ് ഡാറ്റ. അപ്പം ഇറ്റ് ക്യാൻ ആക്ച്വലി ദേ ക്യാൻ കമ്പൈൻ ആൻഡ് വർക്ക്. അപ്പൊ നമ്മുടെ ആ ഡാറ്റ നന്നായിട്ട് അതിനകത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ട്രെൻഡ്സ് യു സീ ഇൻ ദിസ് ഡാറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജസ്റ്റ് സേ ഓക്കെ ദീസ് ആർ ദ അപ്രോക്സിമേറ്റ് ട്രെൻഡ്സ് ദാറ്റ് ഐ സീ ഇൻ ദ ഡാറ്റ. Do you want me to do that? Do you want me to do this? Yes. Why don't you compare that to this? Which test to be applied? It just keeps on doing it. And the implications, society implication വേറെ ആട്ടോ. നമ്മുടെ ഫിലോസഫിക്കൽ കോൺഷ്യസ് ഇംപ്ലിക്കേഷൻസ് വേറെ. എൻ്റെ വേറൊരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ദ ജോബ്സ് ആർ ഗോയിങ് ടു ഗോ. ഇറ്റ് ഈസ് നോട്ട് ഒരു 5 to 10 year പീരീഡിൽ തന്നെ there will be a huge job loss. ഒരു 30-40 year period most of the people will not need to work because all this will be done automatically. ശരിക്കും ഇന്നത്തെ ഡിസ്കഷൻ ഞാൻ വിചാരിച്ചത് ഇതുപോലത്തെ ഒരു ഡിസ്കഷൻ ആയിരിക്കും എന്നുള്ളതായിരുന്നു. അതിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നാ. കാരണം ഈ കോൺഷ്യസ്നെസ്സും അതിന്റെ ഭയങ്കര ഫിലോസഫിക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് ആൾക്കാർക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല. റിലവൻസ് ഇല്ലാത്ത ഒരു സംഭവമാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നാലും
യെസ്. പക്ഷെ പിന്നെ പക്ഷെങ്കിൽ ഈവൻ ട്യൂറിംഗ് ഞാൻ ടെസ്റ്റ് സോറി ഈവൻ ട്യൂറിംഗ് ടെസ്റ്റ് പണ്ട് പോലും റെലവെന്റ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ലൈക്ക് ഒരു ചൈനീസ് അതെ റൂം എക്സ്പെരിമെന്റ് അതെ അതിൽ അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് കേൾക്കുമ്പോൾ തന്നെ, തോട്ട് എക്സ്പെരിമെന്റ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആ ഒരു ഇൻഡ്യൂഷൻ അടിക്കണത് വെറും വേർഡ്സ് മാത്രം പോരാ. അല്ലെങ്കിൽ ഓക്കെ അതെ സപ്പോസ് അതെ ശരിയാണ്, ഉള്ളിലേക്ക് ഒരു ഇൻപുട്ട് ചൈനീസ് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് പുറത്തൊരു ഔട്ട്പുട്ട്. ചൈനീസ് റൂം ബേസിക്കലി ChatGPT തന്നെയാണ്. ആണോ? അല്ല എന്ന് ഈ അല്ലേ? സെയിം സാധനം പക്ഷേ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട്. ആ ഒരു ഓക്കെ ഒരു ഞാൻ ആദ്യം ഞാൻ ജസ്റ്റ് ചൈനീസ് ഓൾറെഡി ഐ വെന്റ് ഇൻ ടു ദാറ്റ്. ചൈനീസ് റൂം ആണോ ഇതൊരു? ചൈനീസ് തോട്ട് സേളിന്റെ എക്സ്പെരിമെന്റ് ഞാൻ ചൈനീസ് റൂം? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡിസ്കഷൻ ഓക്കെ തുടങ്ങാം. കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ചൈനീസ് അറിയില്ല, ഞാൻ ഈ റൂമിൽ അടച്ചു പൂട്ടിയിരിക്കുക. അപ്പോൾ സീമൻ പുറത്തുനിന്ന് ചൈനീസിൽ കുറച്ച് ടെക്സ്റ്റ് എനിക്ക് തരുന്നുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് എടുക്കുന്നു, എൻ്റെ ഒരു വലിയ ബുക്ക് ഉണ്ട്. എന്നിട്ട് ഈ ബുക്ക് നോക്കിയിട്ട് ഓക്കെ ഈ ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ സീമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ആ ഔട്ട്പുട്ട് സീമൻ വായിക്കുമ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ എഴുതിയ ഔട്ട്പുട്ടാണെന്നാണ് തോന്നുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഈ സംഭവം എൻ്റെ ഒരു ശരിക്കും ചൈനീസ് അറിയുന്ന ഒരാൾ എഴുതിയ ഔട്ട്പുട്ട് പോലെ. അതേപോലെ ലൈക്ക് അതെ, ഇപ്പോ അതായത് ഒരു അതെ. മനുഷ്യൻ ഇപ്പൊ എഴുതിയ ക്വസ്റ്റ്യൻ ചൈനീസ് ഔട്ട്പുട്ട്. അറിയുമെന്നാണ്. there is an instructions for manipulating that symbols also. ഒരു കുറെ സിമ്പിൾസ് വരുമ്പം അതിനകത്തൊരു അതെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ റാസ് ഇപ്പോൾ ചൈനീസ് പഠിക്കാന്ന് വെച്ചോ, ഹൗ ഡു യു സ്റ്റാർട്ട് ഇറ്റ്? തുടക്കത്തിലെ സ്റ്റേജിൽ അപ്പോഴും ബേസിക്കലി നമ്മളെ തലച്ചോറിന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ഇപ്പോ ഉള്ളില് ചൈനീസ് റൂം എക്സ്പെരിമെന്റ് ആണോ നടക്കണെന്ന് ചോദിച്ചാൽ അവിടെയാണ് പ്രശ്നം. അവിടെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഞാനൊരു സിസ്റ്റംസ് റിപ്ലൈ എന്നുള്ള രീതിയിലാണ് കേട്ടത്. അതായത് ഉള്ളില് ഒരാൾക്ക് ചൈനീസ് അറിയില്ല, ബട്ട് ആസ് എ റൂം ആസ് എ ഹോൾ യു ക്യാൻ കൺസിഡർ ആസ് നോയിങ് ചൈനീസ്. അതിന്റെ ഉള്ളിൽ ആ ട്രാൻസ്ഫറിങ് ആ ഒരു ഡിക്ഷണറി ഉണ്ട്, ആ ഡിക്ഷണറിന്ന് വേർഡ് എടുത്തിട്ട് ഊരാനുള്ള ഒരാളുണ്ട്. അപ്പം അതെ, so it all goes back to the understanding which of all this setup in someone else's brain. Okay, so you are just differing causality to another level എന്നാണ് എനിക്ക് എപ്പോഴും ചൈനീസ് റൂമിനെ പറ്റി തോന്നിയിട്ടുള്ളത്. സോ യു ആർ ജസ്റ്റ് ദാറ്റ് കോസാലിറ്റി, അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കോസാലിറ്റി നമ്മൾ ആ ഇമ്മീഡിയറ്റ് സംഭവത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് ആക്കി. ഇറ്റ് ലുക്സ് ടു മീ ഓൾവേസ് ലൈക്ക് ദാറ്റ് ചൈനീസ് റൂം തിങ്. പക്ഷെ ChatGPTന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നമ്മൾ കുറെ വേർഡ്സ് ഇങ്ങനെ അടുപ്പിച്ചിട്ട് അതിന് മനസ്സിലാകുന്ന പോലെ നമ്മളെ പറ്റിക്കുകയാണോ, അതോ അതിന് ശരിക്കും ഈ വേർഡ്സോ അതിന്റെ കോൺസെപ്റ്റ്സോ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അത് ഫിലോസഫിയിൽ ഭയങ്കര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം തരാത്തത്. പക്ഷെ ഞാൻ ഒരു നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് അതിന് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാന്നല്ല, പകരം അതിന്റെ എല്ലാ അണ്ടർസ്റ്റാൻഡിങ് ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. അല്ല, ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഇപ്പൊ ഒരു ആൽഫ ജോമെട്രി എന്ന് പറഞ്ഞൊരു സാധനം വന്നത് ഓർമ്മയല്ലോ? ആൽഫ ജോമെട്രി എന്ന് പറഞ്ഞൊരു സാധനം അറിയാലോ അല്ലേ? ഐ മീൻ ഓഫ് കോഴ്സ് ദർശന അതിനെപ്പറ്റി അറിയായിരിക്കും കൂടുതൽ. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ പറഞ്ഞ കാര്യമാണ്, ഭാവിയിലത്തെ കാര്യമല്ല പറയുന്നത്. ഇപ്പോഴത്തെ സ്റ്റേജിൽ എവരിത്തിങ് ഇസ് ടെസ്റ്റ് ബേസ്ഡ്. അപ്പൊ അതിന്റെ രീതിക്കുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിനെ ഉള്ളൂ. ഭാവിയിൽ അത് മാറും ഉടനെ. അല്ല, അതിനേക്കാളും ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നത് അതിന് പെർസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഇപ്പൊ ഡേവിഡ് ചാമേഴ്സ് ഒക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് LLMന് എന്തുകൊണ്ട് കോൺഷ്യസ്നെസ് ഇല്ല എന്ന് നമുക്ക് പറയാം എന്ന് പറയുമ്പം അതിന് കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഇറ്റ് ഡസൻ ഹാവ് എനി പെർസെപ്ഷൻസ്. റിയൽ വേൾഡുമായിട്ട് ഒരു പെർസെപ്ഷൻസും ഇല്ല, അതിനൊരു സെൻസറി ഓർഗൻസോ സിസ്റ്റംസോ ഇല്ല. പക്ഷെ പീപ്പിൾ ആർ മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. എന്നാലാണ് റോബോട്ടിക് AI ഒക്കെ വരുള്ളൂ അല്ലേ? സെൻസറി പെർസെപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മള് ടെക്സ്റ്റ് ഓഡിയോ ആയിട്ട് കൊടുക്കുമ്പോൾ ബേസിക്കലി ഏകദേശം അതേപോലെ റിയൽ വേൾഡില് റിയൽ ടൈമില് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പെർസീവ് സോ മെനി തിങ്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസൻ ഹാവ് എ തിയറി ഓഫ് ദ വേൾഡ്. അതിനകത്ത് ഒരു മോഡൽ ഇല്ല, വേൾഡ് മോഡൽ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഒരെണ്ണം. കാരണം നമ്മുടെയൊക്കെ തലയ്ക്കകത്തൊരു വേൾഡ് മോഡൽ ഉണ്ട്. ഈവൻ ചെറിയ കോക്രോച്ചിനൊക്കെ ആണെങ്കിൽ പോലും ഒരു പാറ്റ, അപ്പൊ അതിനൊരു വേൾഡ് മോഡൽ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇറ്റ് ആക്ട്സ് ലൈക്ക് ദാറ്റ്. അതിന് ആ വേൾഡിനെ ഇങ്ങനെ ഇറ്റ് ക്യാൻ ദിസ് തിങ്. ഓഫ് കോഴ്സ് അതിന് കോൺഷ്യസ്നെസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് വേൾഡ് മോഡൽ ഇല്ല എന്നുള്ളതാണ് പറയണം. പിന്നെ അത് യൂണിറ്ററി അല്ല, അതിനൊരു എംബോഡീഡ് യൂണിറ്ററി ഫീൽ ഇല്ല. ഉദാഹരണത്തിന് അതിനോട് പറയാണ് നമ്മൾ ഇമാജിൻ യു ആർ എ ഗ്രാൻഡ് മദർ ആൻഡ് ടോക്ക് ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ അതങ്ങനെ ചെയ്യും. ഇമാജിൻ യു ആർ ഡൂയിങ് ദാറ്റ്. അപ്പൊ ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട്, ഇറ്റ്സ് വെരി ഫ്രാഗ്മെന്റഡ്. ഇറ്റ് ഡസൻ ഹാവ് എ യൂണിറ്ററി
തിങ്. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് അതിന് കോൺഷ്യസ്നെസ് ഇല്ല എന്ന് നമുക്ക് പറയാം. ഓഫ് കോഴ്സ് അതിന് കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈവൻ ദോ ചില ആൾക്കാർ നേരെ തിരിച്ച് പറയുന്നുണ്ടെങ്കിൽ. ഒരു ക്വസ്റ്റ്യൻ അല്ല ഇനി അതിപ്പോ പോയി, സോറി, ഒരു Question. ക്വസ്റ്റ്യൻ അതിപ്പോ പോയി പറഞ്ഞോ. കാണല്ല. എന്താ വെച്ചാൽ ഈസ് എ ഐ ഡേഞ്ചർ, ഇതല്ല, വിൽ എ ഐ ഡേഞ്ചർ ടു ഹ്യൂമാനിറ്റി? ആയി തന്നെ, വിൽ എ ഐ ബി ഡേഞ്ചർ ടു ഹ്യൂമാനിറ്റി? ജസ്റ്റ് പെട്ടെന്ന് ആൻസർ തെറ്റ് പോവാം. ആൻസർ ഈസ് ഇറ്റ് ആൾറെഡി ഈസ്. അത് നമ്മൾ ഭാവിയിലെ എന്താ പറയുക, സ്കൈനെറ്റ് പോലെയോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആൾറെഡി എ ഐ ഡേഞ്ചർ ആണ് നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ. അല്ല, മര്യാദയ്ക്ക് ഉപയോഗിച്ചാലും ബെസ്റ്റ് കേസ് സിനാറിയോയിലും അത് ഡേഞ്ചറാണ്. ഡേഞ്ചറാണ്, യെസ്, എക്സാക്ട്ലി. ഇൻ ദ സെൻസ് ഇറ്റ് വിൽ ബ്രിങ് അബൌട്ട് എ ലോട്ട് ഓഫ് സോഷ്യൽ ചേഞ്ചസ്, ലൈക്ക് ജോബ്സ് മൊത്തം പോയാൽ എന്ത് സംഭവിക്കും? സോഷ്യൽ ചേഞ്ചസ് ക്യാൻ ബി ഗുഡ് ഓൾസോ. It can be good and as well as bad. There is going to be big transformational issue. ഈ ജോലി പോണത് ഒരു ഫേസ് ആയിരിക്കുമല്ലോ. നമ്മളിപ്പോ ഭാവിയിൽ നമ്മളിപ്പോ ജോലി ചെയ്യാൻ വേണ്ടാത്ത ഒരു സൊസൈറ്റിയിലേക്കാണോ പോകുന്നത്, അതോ പുതിയ കുറെ ജോലികൾ ഇൻവെന്റ് ആവോ? ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇപ്പോഴും അൺസർട്ടൻ ആണ്. പിന്നെ ഈവൻ ലൈക്ക് ജോലി ഇല്ലാതെ പ്രൊഡക്ഷൻ ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇറ്റ് വിൽ ജനറേറ്റ് എ ലോട്ട് ഓഫ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റലി വി ഹാവ് ടു റീതിങ്ക് എക്കണോമിക്സ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ആൾക്കാർ പറയണേ മറ്റേ യൂണിവേഴ്സൽ ബേസിക് ഇൻകം പിന്നെയും ആൾക്കാർ പറയുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതിനകത്തേക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് സംഭവിക്കാൻ പോണത്, മീൻസ് ഞാൻ പറയാണ്, ഭയങ്കരമായിട്ട് AI ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ സംഭവിക്കാം? ഉദാഹരണത്തിന് ഡ്രൈവേഴ്സ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ് വന്നു കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന്റെ ഒക്കെ ജോലി പോകും. പിന്നെ ഈ കുക്കറി മോഡ്യൂൾസ് വരാം. എല്ലാ കിച്ചണിലും എല്ലാ ഹോട്ടലിലും ഈ സാധനം വെച്ചിട്ട് കുറെ സാധനങ്ങൾ ഫീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരാളെ വെച്ചിട്ട് കുറച്ച് മൈദ, കുറച്ച് മറ്റത്, കുറച്ച് ഇത് എല്ലാം ഇതാക്കിയിട്ട് പച്ചക്കറി ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാമ്പാർ ഉണ്ടാക്കി അപ്പുറത്തോട്ട് കൊണ്ടുതരും. ഓഫ് കോഴ്സ് റോബോട്ടിക് AI ഒക്കെ ആയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഗ്രാഫിക് ഡിസൈൻ, എന്ത് പറയുന്ന മൂവി ഉണ്ടാക്കുന്ന അനിമേറ്റേഴ്സ്, പിന്നെ ഒരു മൂവി മൊത്തം ജസ്റ്റ് മേക്ക് മീ എ മൂവി അബൌട്ട് മറ്റേ സാധനം എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രോംപ്റ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1 hour മൂവി ചിലപ്പം വരും. ഓൾറെഡി ഒരു ഫണ്ണി തിങ് ഞാൻ ജസ്റ്റ് ഇപ്പം ഓർമ്മിച്ചാൽ പറയാം. പണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തത്, ഇപ്പം ഈ കാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ ഈ ട്രക്ക് ഡ്രൈവേഴ്സ്, ഇവരൊക്കെ ആയിരിക്കും ആദ്യം റീപ്ലേസ് ആവുക എന്നുള്ളൊരു പ്രഡിക്ഷൻ ആയിരുന്നു പൊതുവെ. പക്ഷെ ഇപ്പൊ കാണുന്നത് അവരൊക്കെ സേഫ് ആണ്. കുറച്ചും കൂടെ ഒരു എന്താ പറയാ അനലിറ്റിക്കൽ ജോബ്, ഇങ്ങനെ ഫൈനാൻഷ്യൽ ജോബ്, ഇവരൊക്കെ പണി കിട്ടിയത്. ഞാൻ നോക്കിയിട്ട് ഏറ്റവും സേഫസ്റ്റ് ജോബ്സ് ഇപ്പം ആരുടെയൊക്കെയാണെന്നറിയോ? നമ്മുടെ ഈ പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, വീട്ടിൽ വന്ന് പിന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, ഹാൻഡിമാൻ, പിന്നെ ഈ മെഡിക്കൽ ആൾക്കാർ കുറച്ച്, അതിനകത്ത് സർജൻസ് എസ്പെഷ്യലി ഫോർ ദ ടൈം ബീയിങ് കുറച്ച് സേഫ് ആണ്. പക്ഷെ ഇൻ കോഴ്സ് ഓഫ് ടൈം ആവുമായിരിക്കും. പക്ഷെ ഫോർ ദ ടൈം ബീയിങ് സർജൻസ് ഒക്കെ കുറച്ചുകൂടെ സേഫ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയൂലേ കമ്പ്യൂട്ടർ കോഡിങ്, അതൊക്കെയാണ്, കമ്പ്യൂട്ടറിലാണ് ഏറ്റവും കൂടുതൽ ജോബ്സ് വരുന്നതെന്നൊക്കെ പറയുന്നത്. ഇറ്റ് മേ ചേഞ്ച് വെരി ഡ്രാസ്റ്റിക്കലി ഐ ഫീൽ. ബിക്കോസ് 10 പേര് കോഡ് ചെയ്യുന്ന ഒരാൾ മതി, അല്ലെങ്കിൽ 100 പേര് കോഡ് ചെയ്യുന്ന ഒരാൾ മതി എന്നുള്ള ഒരു സ്ഥിതി ആകും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ആവും എന്ന് വെച്ചാൽ ഡൊമൈൻ നോളേജ് ഉള്ള ആർക്കും കോഡ് ചെയ്യാം എന്നുള്ള രീതിയിലാവും. അപ്പൊ പിന്നെ ഡൊമൈൻ നോളേജ് ഉള്ളവര് മതി, കോഡ് ചെയ്യാനുള്ളവര് വേണ്ട. അങ്ങനെ വരും. ഞങ്ങളൊക്കെ പണ്ട് ആയിരിക്കുമ്പോൾ അൾട്രാസൗണ്ട് എന്നൊക്കെ പറയുന്നത് റേഡിയോളജിസ്റ്റിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അത് പതുക്കെ എല്ലാ സ്പെഷ്യലിസ്റ്റിനും യൂസ് ചെയ്യാം എന്നുള്ളൊരു സാധനമായി മാറി. ജനറൽ സർജൻസ് വയറ് അതിന്റെ അൾട്രാസൗണ്ട് ചെയ്യുന്നു, ഒബ്സ്റ്റട്രീഷ്യൻസ് മറ്റേ പ്രഗ്നന്റ് ലേഡീസിന് അൾട്രാസൗണ്ട് ചെയ്യുന്നു. അങ്ങനെ പോലെ ഇപ്പം അതുപോലും അങ്ങനെ ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ പീപ്പിൾ ആർ ദിസ് വിൽ ബിക്കം ലൈക്ക്. അത് റേഡിയോളജിസ്റ്റിന്റെ ജോബ് കുറച്ചും കൂടി റിസ്കിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഒരു സ്കാന് ഒരു മനുഷ്യന്റെ കണ്ണിന് കാണുന്നതിനെക്കാട്ടിയും ക്ലിയർ ആയിട്ട് ഒപ്പാസിറ്റി അത് ഇതെല്ലാം കമ്പ്യൂട്ടർ കണ്ടു കഴിഞ്ഞാല് റെറ്റിന നമ്മളിങ്ങനെ റെറ്റിനെ കൂടെ ഇങ്ങനെ നോക്കാനായിട്ട് നോക്കുന്ന ഒഫ്താൽമോളജിസ്റ്റുകളും ന്യൂറോളജിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ണിന്റെ പ്യൂപ്പിളിന്റെ അകത്തോട്ട് റെറ്റിനയിൽ പോകുന്ന ഫണ്ടസ് എന്നാണ് അവർ നമ്മൾ പറയാം. അപ്പൊ ഫണ്ടസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെറ്റിന മൊത്തം കാണാം ജനറലി. പിന്നെ ഓപ്റ്റിക് നെർവ് വരുന്നു, ചെറിയ ബ്ലഡ് വെസൽസ് കാണാം, നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ ബ്ലഡ് വെസൽസ് നന്നായിട്ട് കാണാം. അപ്പൊ മൈക്രോ ബ്ലീഡിങ് ഉണ്ടോ, ബ്ലഡ് ഈ വെസൽസിന്റെ തിക്നെസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ AI വെച്ച് AI ക്യാൻ ടെൽ യു 1000 times ബെറ്റർ ദാൻ
ഓരോ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, അതായത് ഡാറ്റ അനുസരിച്ച് ഇറ്റ് ക്യാൻ ജസ്റ്റ് സേ ഓ ദിസ് ഫണ്ടസ് ലുക്സ് ലൈക്ക് 40-year-old മാൻ. അത് മെയിൽസ്, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്നു ഫണ്ടസ് വെച്ചിട്ട്. അത് എങ്ങനെയാണെന്ന് കൺസെപ്ച്വലി നമുക്ക് അറിയില്ല, പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഈ AI എന്ന് പറയുന്ന സാധനം ബൈ ഡെഫിനിഷൻ ഒരു ബ്ലാക്ക് ബോക്സ് ആണ്, നമ്മുടെ തലച്ചോറ് പോലെ തന്നെയാണ്. കുറെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഏബിൾ ടു ഡു ദിസ്. അതിന്റെ അകത്ത് എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല. സോ വി ഡോണ്ട് നോ ഹൗ ഇറ്റ് ഡിസ്റ്റിങ്വിഷസ്. അതുപോലെ തന്നെ ECG കണ്ടിട്ട് ഒരു കാർഡിയോളജിസ്റ്റിന് പറയാൻ പറ്റുന്നതിന്റെ 10 ഇരട്ടി കാര്യങ്ങൾ, 100 ഇരട്ടി കാര്യങ്ങൾ അതിന് പറയാൻ പറ്റുന്നുണ്ട്. ആളുടെ ഏജ് എത്രയാണ്, ആണാണോ പെണ്ണാണോ, ഇതുവരെ ആണാണോ പെണ്ണാണോ എന്ന് ECG നോക്കി പറയാനായിട്ട് നമുക്കറിയില്ല. അതെങ്ങനെയാണെന്ന് പോലും നമുക്ക് ഇപ്പോഴും അറിയില്ല. ബ്രെയിനിന്റെ സ്കാൻ നോക്കിയിട്ട് കഴിഞ്ഞാൽ 90% ആക്യുറസിയിൽ AIക്ക് പറയാൻ പറ്റും. ഇപ്പം ഈ അടുത്ത കാലത്തൊരു പേപ്പർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആണിന്റെ ആണോ പെണ്ണിന്റെ ആണോ. അതിന് വലിയ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് അറിയാതെ തന്നെ അറിയാമല്ലോ. കാരണം ഇത്രയും നാള് ഭയങ്കര പ്രശ്നം. ജീനാർപ്പണ ഒരു ബുക്ക് വരെ എഴുതി, ന്യൂറോ അനാറ്റമിയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഈ ന്യൂറോ അനാറ്റമിയിലുള്ള ഡിഫറൻസസ് മൊത്തം ഉഡായിപ്പാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് ആൻ ഉഡായിപ്പ്. കാരണം 90% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് AIക്ക്. ഓക്കെ, പക്ഷേ ഈ സെയിം ഡാറ്റ വെച്ചിട്ട് അവർക്ക് കൾച്ചറൽ ഡിഫറൻസും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്നുവെച്ചാൽ ഇന്ന വ്യക്തി ഇന്ന കൾച്ചറാണ്, ഇന്ന വ്യക്തി ഇന്ന കൾച്ചറാണ്. അപ്പോ അവിടെ സംഭവിക്കേണ്ടവ ഏതെങ്കിലും ചെറിയൊരു പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ ബ്രെയിൻ വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇറ്റ് മേ ബി ട്യൂണിങ് ഓൺ ടു ആവറേജ് ഡിഫറൻസസ് ഇൻ 20 ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്. അമിഗ്ഡാല മറ്റേ മറിച്ച് ഇത്ര 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 അത്. ആൻഡ് ഇത് പിക്സൽ അനുസരിച്ച് നമ്മളെന്ന് പറയുന്ന പോലെ നമ്മൾ പറയുന്നതിനേക്കാളും ഭയങ്കര ഫൈൻ ആയിട്ട് അതിന് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ECG കാണുമ്പോൾ നമുക്കറിയാം PQRS കോംപ്ലക്സ്, അങ്ങനെ ഒരു 2-3 സാധനങ്ങൾ, അതിന്റെ ഷേപ്പ് നമുക്കറിയാം, അതിലുണ്ടാകുന്ന ഇന്ന ചേഞ്ചസ്, അതിന് ബുക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് നോക്കുമ്പോൾ അതിനകത്ത് കുറേ മൈക്രോ വോൾട്ടേജ് ഉണ്ടാവും, ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, ചെറിയ ചെറിയ ലെങ്ത് ഡിഫറൻസസ് ഉണ്ടാവും, ഭയങ്കര ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അത് എല്ലാം അങ്ങനെയുള്ള വേരിയേഷൻസ് എല്ലാം കൂടെ അതിന് ആവറേജ് ചെയ്യാൻ പറ്റും. ഒരു 500 വേരിയബിൾ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് അനുസരിച്ച് ചെറിയ ചെറിയ ആവറേജ് ഡിഫറൻസസ് അതിന് ഭയങ്കരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അത് വളരെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ആവണമെന്നില്ല. ഇറ്റ് മേ നോട്ട് ഇൻ എനി വേ ബി വെരി സിഗ്നിഫിക്കൻറ്റ്. അത് പിന്നെ അതിന് ഉറക്കം വേണ്ട AIക്ക്. മനുഷ്യന്മാരെ പോലെ മൂഡിനനുസരിച്ചിട്ട് ഡയഗ്നോസിസ് മാറൂല. അങ്ങനെ കുറേ കൂടി പിന്നെയും ലൈക്ക് AIക്ക് ഡാറ്റ ബേസ്ഡ് ബയാസുകൾ വരാലോ. ഇപ്പോൾ ഒരു ഇന്റർവ്യൂടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരുപാട് കാൻഡിഡേറ്റ്സിനെ സ്റ്റഡി ചെയ്തിട്ടൊരു മോഡൽ വന്നു. എന്നിട്ട് ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ ഇയാൾ ഇന്റർവ്യൂ ക്വാളിഫൈഡ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു റേഷ്യൽ ബയാസ് വരുന്നുണ്ട് അവർക്ക്. കാരണം ഡാറ്റക്ക് റേഷ്യൽ ബയാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മോഡലിനും ഒരു റേഷ്യൽ ബയാസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി മനഃപൂർവ്വം അതിനെ മറികടക്കാനായിട്ട് നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളും ഇത് ആക്ച്വലി ഹ്യൂമൻ എറർ ആണല്ലോ. നമ്മളിപ്പോ കുട്ടിയെ പഠിപ്പിക്കുമ്പോ നമ്മൾ തെറ്റായി പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടി തെറ്റായിട്ട് പഠിക്കുന്ന പോലെ ഇതിനെ കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പോ ഏത് ഡാറ്റ ഫീൽഡ് ചെയ്യുമ്പോഴും ഡാറ്റ ബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മോഡൽ ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിലാണല്ലോ നമ്മൾ ഡാറ്റ ഫീഡ് ചെയ്യുന്നത്. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡാറ്റ മൊത്തം നമ്മൾ വലിയ മീൻസ് ഗ്രേഡഡ് ഡാറ്റ ഒന്നുമല്ല. നമ്മൾ അതിനോട് പറയുന്നില്ല വിക്കിപീഡിയ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ, അതേസമയം ഫേസ്ബുക്ക് അത് മോശമാണ്, അങ്ങനെ പറയുന്നില്ല. അതിന് അടിച്ചങ്ങ് കയറ്റുകയാണ്. അതൊക്കെ ഭാവിയിൽ മാറാം. നമുക്ക് പറയാം ഓക്കെ ദിസ് ഈസ് മോർ ബെറ്റർ, മറ്റത് അത്രയും പോരാ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി ഹാലൂസിനേഷൻസ് ഒക്കെ പണ്ടത്തേനേക്കാൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു പ്ലോസിബിൾ സാധനങ്ങൾ പറയും. ഓക്കെ, സോറ വീഡിയോ ജനറേറ്റിംഗ് AI, ദർശൻ എന്തെങ്കിലും പറയണ്ടോ? ദർശൻ പറഞ്ഞു അതിനെക്കുറിച്ച് ഒരു മേജർ പ്രോബ്ലം ഇപ്പോൾ എല്ലാ കമ്പനികളും ട്രൈങ് ടു സോൾവ് ഇറ്റ്. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഇപ്പോൾ ഒരു AI ജനറേറ്റഡ് മോഡൽ അല്ലെങ്കിൽ AI ജനറേറ്റഡ് കണ്ടന്റ്, ഇമേജ് ആയിക്കോട്ടെ. ഇപ്പൊ നേരത്തെ കാണിച്ച കുറെ ഇമേജ്, എന്താണെന്ന് പറഞ്ഞു. ഓക്കെ സോറി. സോറ എന്ന് പറയുമ്പോൾ ഒരു
ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് ടെക്നിക്കലായിട്ട് പറയാം. ചാറ്റ് GPT വർക്ക് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആണ്. അതിൻ്റെ ആർക്കിടെക്ചർ ട്രാൻസ്ഫോമർ ആണ്. ഇമേജ് ജനറേഷൻ വർക്ക് ചെയ്യണത് ഡിഫ്യൂഷൻ ബേസ്ഡ് ആണ്, ഡിഫ്യൂഷൻ ആർക്കിടെക്ചർ. അപ്പോൾ ഡിഫ്യൂഷൻ്റെ ഒരു കഴിവ് എന്താണെന്ന് വെച്ചാൽ സ്പേഷ്യൽ പെർസെപ്ഷൻ ഉണ്ട്. ലൈക്ക് ഓക്കെ, ഈ സ്ക്രീനിൻ്റെ ഈ കോർണറിലുള്ളത് ബോൾ, ഇപ്പുറത്തുള്ളത് പൂച്ചയാണെങ്കിൽ തമ്മിലുള്ള ഒരു സ്പേഷ്യൽ ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഡിഫ്യൂഷനുണ്ട്. സീക്വൻഷ്യൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ട്രാൻസ്ഫോമറിനുണ്ട്. അതുകൊണ്ടാണ് ഒരു വേർഡ് കഴിഞ്ഞിട്ട് ഈ വേർഡ് വരണം, അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്റൻസ് വരണം എന്നുള്ളതൊക്കെ അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രാൻസ്ഫോമറിൻ്റെ കഴിവാണ്. ഇത് രണ്ടും കൂടെ അവർ കമ്പൈൻ ചെയ്തിട്ടാണ് വീഡിയോ ജനറേഷന് വേണ്ടിയിട്ട് സോറ എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടാക്കിയത്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുക, ഇമേജ് ജനറേഷന് വേണ്ടിയുള്ള പ്രോംപ്റ്റ് കൊടുക്കുക. പ്രോംപ്റ്റ് കൊടുത്താൽ അതൊരു വീഡിയോ തരും, വാട്ട് എവർ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോംപ്റ്റ്. അതാണ് സോറ ബേസിക്കലി. അപ്പോൾ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഇറ്റ്സ് ടു ഗുഡ്. നമ്മൾ ഇപ്പോൾ ഒരു 30mm അല്ലെങ്കിൽ 35mm ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു ടീസർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് നോസ് വാട്ട് 35mm ഈസ്. അത് അതിൻ്റെ ഒരു അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഒക്കെ ഇതൊക്കെ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബേസിക്കലി ഇതിനുണ്ട്. അതനുസരിച്ചൊരു വീഡിയോ ഉണ്ടാക്കും. സോഷ്യൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൗ ഡു വി ഡിഫറൻഷിയേറ്റ്. അപ്പോൾ ഇത് ഇന്ന് കാണുന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അടുത്ത കൊല്ലം ഈ സമയം ഇതെങ്ങനെയായിരിക്കും ഈ മോഡൽ. അപ്പോൾ നമ്മളത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ആ സെയിം പ്രോബ്ലം ഫോർ ദ ഇമേജ് ഓൾസോ. അപ്പം ഇമേജ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിലും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. വാട്ടർമാർക്ക് മതിയോ? വാട്ടർമാർക്ക് നമുക്ക് ക്രോപ്പ് ചെയ്യാം. മെറ്റാഡേറ്റയിൽ നമ്മൾ AI ജനറേറ്റഡ് ആഡ് ചെയ്താൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ഇതിൻ്റെ മെറ്റാഡാറ്റ ബ്ലോക്ക് ചെയിനിൽ ആഡ് ചെയ്തിട്ട് ഒതൻറ്റിസിറ്റി നോക്കുക. ഇങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ എല്ലാവരും ഓരോന്ന് അവർക്ക് തോന്നുന്ന ഒരു രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട് സോൾവ് ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇതാണ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് സോൾവ്. ഒരു സൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ നമ്മളെ സാംസങ്ങിൻ്റെ പുതിയ ഫോണിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയുടെ അടിയിൽ ചെറുതായിട്ടൊരു സ്റ്റാർ പോലെ ഇട്ടിരിക്കും, ഇത് AI ജനറേറ്റഡ് ആണെന്ന് കാണിക്കാൻ. പക്ഷെ ആ സെയിം ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ആ വാട്ടർമാർക്ക് എടുത്ത് കളഞ്ഞാൽ ഇറ്റ്സ് എനി അതർ ഫോട്ടോ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ റാജി ഒരു ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും സാധനം മോഷ്ടിക്കുന്ന ഒരു വീഡിയോ AI-നോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഉണ്ടാക്കി തരും. അത് ശരിക്കുള്ള വീഡിയോ ആണോ അതോ അല്ല? അതിനേക്കാളും ഡേഞ്ചർ ഇപ്പം നരേന്ദ്രമോദി ഇന്ന സാധനം പ്രസംഗിക്കുന്നത്. വെരി ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പ്രത്യേകിച്ച് വോട്ടിങ്ങിന്റെ സമയത്ത് ഓൾറെഡി നമുക്കറിയാലോ പ്രൊപ്പഗാൻഡ എങ്ങനെയാണ് പോണെന്നുള്ളത്. സം പീപ്പിൾ ആർഗ്യൂ ഈ സോറ പബ്ലിക്കിൽ കൊടുക്കാത്തതിന്റെ കാരണം US-ലെ കമ്മിങ് ഇലക്ഷൻ, അതൊന്ന് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക, ലൈക്ക് വെറുതെ ഒരു കയോസ് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഹ്യൂമൻ ബീയിങ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സത്യമാണോ മോശമാണോ എന്ന് തിരിച്ചറിയാൻ കുറെ ഫേക്സ് ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും വിശ്വസിക്കരുതെന്ന് പറഞ്ഞാലൊന്നും മനുഷ്യർ കേൾക്കൂല. കാരണം പീപ്പിൾ വിൽ ജസ്റ്റ് ബിലീവ് വാട്ട് ദേ വാണ്ട് ടു ബിലീവ്. ആൾക്കാർക്ക് ഒരു ടെക്സ്റ്റ് മാത്രം കിട്ടിയാൽ മതി വിശ്വസിക്കാൻ. ഇപ്പം നടക്കുന്ന ഇഷ്യൂവിനകത്ത് ചാറ്റ് ഹിസ്റ്ററിയുടെ സ്ക്രീൻഷോട്ടുകളൊക്കെയാണ് ആൾക്കാർ വലിയ തെളിവായിട്ട് പറയുന്നത്. ഇത് ഏത് പൊട്ടനും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഡേറ്റ് വെച്ചിട്ട് എന്നുള്ളത്. നമുക്ക് ഇറ്റ്സ് സോ സ്റ്റുപ്പിഡ് അല്ലേ? ഇപ്പൊ ഓൾറെഡി റീൽസ് എല്ലാം കാണുന്നുണ്ട്. ജഗദീഷ് ശ്രീകുമാർ, മോഹൻലാൽ എല്ലാം താനോസിന്റെ മുഖത്ത് ഇങ്ങനെ സ്നാപ്പ് അടി, താനോസിന്റെ മുഖത്തിന് പകരം ജഗദീഷ് സ്നാപ്പ് അടിക്കുന്നു. ഈസിയാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. അങ്ങനത്തെ സംഭവങ്ങളൊന്നും പണ്ടും പറ്റില്ല എന്നല്ല പറയണത്, പക്ഷെ ഇപ്പൊ ആർക്കും ഇപ്പൊ ആർക്കും പറ്റും. അതെ, കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് പറ്റും. പിന്നെ ഇവൻ മനുഷ്യന്മാര് CGI ചെയ്യണേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ മനുഷ്യനൊരു സ്പേഷ്യൽ നോളേജ് ഉണ്ട്, എന്നാലും മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ടാവും. മനുഷ്യനെ എക്സാക്ട്ലി റേ ട്രേസിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ കാൽക്കുലേഷന് ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിന് ബേസിക്കലി ടാക്കിൾ ചെയ്യാം. ടാക്കിൾ ചെയ്യാന്നല്ല, ഇതിന് ലൈക്ക് ടു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം മനുഷ്യന്മാരുണ്ടാക്കണേക്കാളും. പിന്നെ ഞാൻ കേട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഒരു AI ഉണ്ടാക്കി AI മനുഷ്യന്മാരെ കോൺകർ ചെയ്യാനുള്ള ഒരു
ടെൻഡൻസി വല്ലതും വരുമോ? വിൽ AI ടേക്ക് ഓവർ? നമ്മൾ അതിന് പവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കുമല്ലോ. നമ്മുടെ ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ AI ഏൽപ്പിക്കും. നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യണം, മറ്റേ കൺട്രിക്ക് എന്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ ഡെസിഷൻസ് AIക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് AI അങ്ങോട്ട് നമ്മളെ മുക്കിക്കളയോ എന്നാണ്. അങ്ങനത്തെ ഒരു ഫിയർ ആവശ്യമാണോ? ഇതിനകത്ത് ഒരു പ്രശ്നം ഞാൻ കാണുന്നത് സൊസൈറ്റലായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇത് വൺസ് ദ കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബാഗ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. ഓഫ് കോഴ്സ് നമുക്ക് ചില കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ന്യൂക്ലിയർ എനർജി, അതൊക്കെ നമ്മൾ ഇത്രയും കാലം ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു ഒരു പരിധി വരെ. ഈ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കാം. അത് അമേരിക്ക അതുപോലത്തെ ഒക്കെ നോക്കിയിട്ട് ഈവൻ ചൈനയ്ക്ക് പോലും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു പുതിയ രാജ്യങ്ങൾ ഇങ്ങനെ ന്യൂക്ലിയർ. പക്ഷേ ഇത് ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ടാക്കാനൊക്കെ വലിയ പാടാണ്, മനസ്സിലായില്ലേ? ഇതിന് കുറേ സാധനങ്ങൾ വേണം. ഒരു നേഷന്റെ ലെവലിൽ മാത്രമേ ഇതിനകത്തൊക്കെ തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്നൊക്കെ പറഞ്ഞാൽ പതുക്കെ ഇറ്റ് വിൽ ബിക്കം ചെറിയ ലാബുകളിലൊക്കെ ഇറ്റ് ക്യാൻ ചെയ്യാൻ പറ്റും. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അങ്ങനത്തെ അത്രയും ഡേഞ്ചറസ് അല്ലല്ലോ. പൊട്ടുന്ന ഒരു ബോംബ് പോലെ ഡേഞ്ചറസ് അല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഇതിന് ഭയങ്കര വേറെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ അമേരിക്കയോ യൂറോപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ചിന് ഭയങ്കരമായിട്ട് തടയിടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന എന്തായാലും നിർത്തില്ല എന്ന് അവർക്കറിയാം, റഷ്യ എന്തായാലും നിർത്തില്ല എന്ന് അവർക്കറിയാം. ഈവൻ ഇന്ത്യക്ക് തന്നെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മളും അത് അവർ പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തില്ല എന്ന് നമുക്ക് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇറ്റ് വിൽ ജസ്റ്റ് ഗോ ഓൺ ആൻഡ് ഓൺ ഒരു പരിധി വരെ, അല്ലേ? ഇവിടെ ഇപ്പോ മറ്റേ ന്യൂക്ലിയർ എനർജിയെ കുറിച്ച് പറഞ്ഞതാണ്. അതിനേക്കാളും വലിയൊരു പ്രശ്നം ഇതിലുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പൊ കുറെ പേര് വാദിക്കുന്ന ഒരു കാര്യം, ലൈക്ക് മറ്റേ ഒരു ഐ തിങ്ക് 2022 ആണെന്ന് തോന്നുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, ഒന്ന് ബ്രേക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞ് കുറെ പേര് പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആർഗ്യുമെന്റ് എന്തായിരുന്നു വെച്ചാൽ, ഇങ്ങനെ എന്താ പറയാ, ഈ ടെക്നോളജി ഇൻവെൻഷൻ വരുമ്പം ഇത് എല്ലായ്പ്പോഴും കാണുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ന്യൂക്ലിയർ എനർജിയുടെ സമയത്ത് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടു, ഇന്റർനെറ്റ് എന്ന സമയത്ത് നമ്മളിങ്ങനെ കണ്ടു എന്നൊക്കെ ഒരു ആർഗ്യുമെന്റ്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം യുവൽ നോഹ ഹരാരി പറഞ്ഞൊരു പ്രശ്നമാണ്, ന്യൂക്ലിയർ ബോംബിനോ അല്ലെങ്കിൽ ഏതൊരു ടെക്നോളജി നമ്മൾ ഇതുവരെ എടുത്താലും ദേ ഡോണ്ട് ഹാവ് ദ പവർ ടു മേക്ക് ദ ഡിസിഷൻ. ആദ്യമായിട്ട് ഒരു ടെക്നോളജിക്ക് നമ്മളുടെ ഒരു കാപ്പബിലിറ്റി, പവർ ടു മേക്ക് എ ഡിസിഷൻ നമ്മൾ കൊടുക്കുകയാണ്. അത് നമ്മൾ ടേക്ക് ഡിസിഷൻ ഫോർ അസ്. ഇപ്പോ ഒരു മിസൈലിന് അതിന് സ്വയം ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. ദർ ഷുഡ് ബി എ ഹാൻഡ് ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ ആ ഒരു ഹാൻഡ് എടുത്ത് കളയാണ് ബേസിക്കലി എയിൽ നിന്ന്. ആ ഒരു ഹാൻഡ് നമ്മൾ അതിന് കൊടുക്കുക എന്ന് പറയാൻ വേണമെങ്കിൽ. നമ്മളിപ്പം AI ഫുൾ പവർ കൊടുക്കും സൊസൈറ്റിയിൽ നല്ല പറഞ്ഞത്, പക്ഷെ ആ ടെക്നോളജി അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ലൈക്ക് നമ്മളെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ എത്രത്തോളം കുറയ്ക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് നമ്മളുടെ രീതിക്ക് അതിന് ഡിസിഷൻ എടുക്കാനും പറ്റും, നമുക്ക് പകരം ഡിസിഷൻ എടുക്കാനും പറ്റും. അപ്പൊ ആ ഒരു രീതിക്ക് നോക്കുമ്പം ഈ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് ഭയങ്കര വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും ഇതുവരെ ഉണ്ടാക്കിയ ഏത് ടെക്നോളജീസ് നോക്കിയാലും. ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ യൂഷ്വലി ഒരു കൗണ്ടർ പറയലുണ്ട്, അങ്ങനെ കയ്യിൽ നിന്ന് പോയെങ്കിൽ നമ്മൾ ആ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ആക്കിയ പോലെ AI അത് ഒരു റെലവെന്റ് ആൻസർ ആണോ? സ്വിച്ച് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഓഫ് ആക്കാൻ പറ്റുമോ? കാരണം നമ്മൾ ഓൾറെഡി 2 പോയിന്റ് ഉണ്ട്. ഒന്നിക്കല് നമ്മൾ ഓൾറെഡി ഭയങ്കര ഡിപ്പെൻഡന്റ് ആവും ആ AI മുകളിൽ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മൾക്ക് എല്ലാ ഡെസിഷനും ഇന്റർനാഷണൽ ലെവലിലും എല്ലാ ഇതിലും അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ കൊടുത്തിട്ട് പെട്ടെന്ന് ഓഫാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുന്നു വരില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഓഫാക്കാൻ പറ്റാതെ ഇരിക്കാൻ വേണ്ടി AI ചിലപ്പോൾ എന്തെങ്കിലും കൗണ്ടർ മെഷേഴ്സ് എടുക്കും എന്ന് വേണമെങ്കിൽ വരാം. ചിലപ്പം നമ്മുടെ എന്താ പറയാ, നിങ്ങൾ എന്നെ ഓഫാക്കി ഞാൻ ന്യൂക്ലിയർ ബോംബ് ഇടുന്നോ അങ്ങനെ എന്തെങ്കിലും. വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ ജിമ്മി പറഞ്ഞ പോലെ വേറൊരു പ്രശ്നമുണ്ട്. ആര് സ്വിച്ച് ഓഫ് ആക്കും? US ഓഫ് ആക്കും? ആര് ഓഫ് ആക്കും എന്നുള്ള പ്രശ്നം. ഇപ്പൊ ഞാൻ ഓഫ് ആക്കി, അപ്പം സീമാൻ ഇപ്പൊ എന്നെക്കാളും ബെറ്റർ AI ഉണ്ട്, അല്ല AI വേണം. അപ്പം ഞാൻ ഓഫ് ആക്കി, സീമാൻ ലൈക്ക് അവൻ ഓഫ് ആക്കിക്കോട്ടെ, ഞാൻ എന്തിനാ ഓഫ് ആക്കണമെന്ന് ചിന്തിച്ചാൽ പോരെ? അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഓഫ് ആക്കണതിൽ അർത്ഥമില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സീമാൻ ഓഫ് ആക്കണല്ലോ, അപ്പൊ ഞാൻ ഓഫ് ആക്കിയാൽ ഞാൻ പിന്നോട്ടാവും, ആസ് എ കൺട്രി ഞാൻ പിന്നോട്ടാവും. അപ്പൊ അങ്ങനെ ആ ഒരു വലിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ലെങ്കിലും നമുക്ക് ഒബ്വിയസ്ലി അറിയാം AI ഹാംഫുൾ ആണെന്ന്. നമുക്ക് വേണമെന്ന് വെച്ചാലും ഓഫ് ആക്കാൻ പറ്റാതിരിക്കേണ്ട കേസസ് ചിലപ്പം വരാം. അല്ല നമ്മുടെ ഭയങ്കര ഒബ്വിയസ് അല്ല, ഇപ്പൊ അറിയണ പോലെ എന്തായാലും ഭയങ്കര ഡേഞ്ചറസ് ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് ഐ ഡൗട്ട് കേട്ടോ. ഈ പറയുന്ന അങ്ങനെ ആണെന്നില്ല.
ഇൻ കേസ് ആ ലെവലിൽ എത്തുകയാണെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ആൾക്കാർ. ആന്ത്രോപോമോർഫൈസ് ചെയ്യുന്നതാണ്. നമുക്കെന്ന് പറഞ്ഞ ഇവല്യൂഷൻ തന്ന കുറെ മോട്ടിവേഷൻസ് ഉണ്ട്. നമുക്ക് ഭയങ്കര സ്റ്റാറ്റസ് വേണം, നമ്മുടെ രാജാവണം, നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ആൾക്കാരുടെ മേരെ കുതിര കയറണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മോട്ടിവേഷൻസ് ഉണ്ട്. അത് ഈവൻ സർവൈവൽ മോട്ടിവേഷൻ ഉണ്ട്, അതായത് നമ്മൾ ജീവിച്ചിരിക്കണം എന്നുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഈ മോട്ടിവേഷൻ ഒന്നും ഒക്കെ ഇവല്യൂഷൻ നമുക്ക് തന്നതാണ്. ഈ എഐക്ക് അങ്ങനത്തെ മോട്ടിവേഷൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ലെന്നല്ല, അങ്ങനത്തെ മോട്ടിവേഷൻസ് ഉണ്ടാവില്ല. പക്ഷെ ഇഫ് സംബഡി പ്രോഗ്രാംസ് ദീസ് മോട്ടിവേഷൻസ് ഇൻ ദം, or they can even learn this from us. I don't know, but കമന്റ് സെക്ഷനിൽ ജോൺ ജോസഫ് ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. ഇപ്പം എഐക്ക് ഓഫ് സ്വിച്ച് ഉണ്ടോ എന്ന് ചോദിച്ച പോലെ പുള്ളിക്കാരൻ ചോദിക്കുക ഇന്റർനെറ്റിന് ഓഫ് സ്വിച്ച് ഉണ്ടോ. അതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഒന്ന് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കമ്പ്യൂട്ടറുകൾ തമ്മി കണക്ട് ചെയ്തതിനാണ് ഇന്റർനെറ്റ് എന്ന് പറയാ. അപ്പൊ അതിന് ഓഫ് സ്വിച്ച് അല്ല വേണ്ടത്, ആ കണക്ട് ചെയ്ത വയറില്ലേ അതുകൊണ്ട് കട്ട് ചെയ്താൽ മതി. ഇന്നത്തെ നിലയിലുണ്ടോ മറ്റേ ചൈനയില് ഇപ്പൊ ഗൂഗിൾ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല. അപ്പം ഈ ചൈന പോലത്തെ രാജ്യങ്ങൾ, ഈവൻ റഷ്യയില് ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് ഓഫ് അവർ തിങ്സ് ആർ നോട്ട് ദെയർ. അപ്പം ഇറ്റ് ഈസ് എ പാർഷ്യലി വാൾഡ് ഓഫ് and insular internet. They don't have exposure to what is happening outside. അവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് അറിയില്ല, അത് മനഃപൂർവ്വം അത് മാറ്റി വെച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ക്യാൻ ബി ഡൺ. ടെക്നിക്കലി പറ്റില്ല എന്നല്ല പറയണത്, ടെക്നിക്കലി പറ്റും. പക്ഷെ ഇപ്പോ മാത്രല്ല കണക്ഷൻ ഉള്ളത്, വയർലെസ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ പറയാൻ വരുന്നത്. ഇപ്പം സ്റ്റാർലിങ്കും മറ്റു സാധനവും ഒക്കെ മസ്ക് കൊണ്ടുവരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഐ തിങ്ക് പുള്ളിക്ക് കുറച്ച് മീൻസ് ഹി ഹാസ് ഗോട്ട് ഹിസ് ഓൺ മോണോപ്പൊളി മാത്രമല്ല, ഹി ഹാസ് ഗോട്ട് ഹിസ് ഓൺ ക്വിർബ്സ്. പുള്ളിയുടെ വിചാരം, അതായത് ദർ ഇസ് എ ഡെസ്റ്റിനി വിച്ച് സംതിങ് ഓർ സം ടെക്നോളജി വിൽ ഹാവ് ടു ഡു. അത് ഇപ്പം ഒരു കൺട്രിയും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നത്തിങ്, അങ്ങനെയൊക്കെ ഒരു ചെറിയ ചിന്തയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഹി വാണ്ട്സ്, അപ്പൊ സ്റ്റാർലിങ്ക് ഉണ്ടെങ്കിൽ ആർക്കും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. ചൈനീസ് ഗവൺമെന്റ് വിചാരിച്ചാലും പോലും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു പുള്ളിക്കാരനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതെ, പുള്ളിക്കാരനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് സ്ലോലി ഈസ് കമ്മിങ്. മാത്രല്ല ഇന്റർനെറ്റിന് ഒരു ഓഫ് സ്വിച്ച് ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോ, നമുക്ക് പെട്ടെന്ന് ഓഫ് ആക്കാൻ പറ്റുമോ? ഓഫ് ആക്കാൻ പറ്റിയാൽ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? കൊളാപ്സ് ആവും. അതെ, വി ആർ ഡിപെൻഡന്റ് ഓൺ ദ ഇന്റർനെറ്റ്. പ്രൊഡക്ടിവിറ്റി പോകും, ആൾക്കാർ പട്ടിണി വരെ കിടക്കും. നേരത്തെ പറഞ്ഞത് അതേ അവസ്ഥ കൺട്രോൾ കൊടുത്തിട്ട് പെട്ടെന്ന് ഓഫ് ആക്കാൻ പറഞ്ഞാല് നടക്കണമെന്നില്ല. ഇന്റർനെറ്റ് ഓഫ് ആക്കുന്ന പോലെ ആവും. നമ്മള് ചിലപ്പോൾ സർവേ പോലെ. നെക്സ്റ്റ് 10 to 20 years there is a lot of things. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്, അത്ര ഭയങ്കര സ്പീഡിൽ വരുന്നുള്ളത്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, രണ്ടെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് എനർജി. ഹൗ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒന്നുകിൽ സോളാർ ആവാം, ഫ്യൂഷൻ ആവാം, പിന്നെ സേഫ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആവാം, സേഫ് ഫിഷൻ ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, there might become an unlimited energy in the future. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാം. പിന്നെ വരാവുന്നത്, പിന്നെ ഓൾറെഡി ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ചേഞ്ചിങ്, അങ്ങനത്തെ ഭയങ്കര ബയോടെക്നോളജിയിൽ മാസീവ് ബ്രേക്ക് ത്രൂസ്. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും there is going to be massive changes. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ചിലപ്പോൾ ഇൻ എ ഗുഡ് വേ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. എന്തായാലും പോവർട്ടിയും എല്ലാം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വേൾഡ് ഓഫ് പ്ലെന്റി. പക്ഷെ then there will be inequalities. Then how do you manage the inequality? Some things may be ഭയങ്കര നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് പ്രാപ്തമായിരിക്കും, കുറെ ആൾക്കാർക്ക് പ്രാപ്തമല്ലായിരിക്കും. ഇതൊക്കെ ഭയങ്കര സോഷ്യൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 90% ആൾക്കാർക്കും ജോലി ഇല്ലാതാകും. അപ്പൊ അവർക്ക് ഇൻകം ഇല്ലാതെ ഈ ടെക്നോളജിയിലുള്ള പ്ലെന്റി ആയിട്ടുള്ള സാധനങ്ങൾ അവരെങ്ങനെ വാങ്ങിക്കും? Then we need to think about, of course, വെറുതെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ will it be meaningful? People will lose their capacity. ഇപ്പം ഏർണിംഗ് കപ്പാസിറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ they will be at the mercy of governments. അവർക്ക് സമരം ചെയ്യാൻ പോലും പറ്റില്ല, അല്ലേ? സോഷ്യലിസം വരുമോ? I don't know. So many things will change. കുറെ മാറ്റങ്ങൾ വരും. ഞാൻ പിന്നെ നേരത്തെ ജിമ്മി പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഒന്നും കൂടി ചോദിക്കാണ്. ഈ ChatGPT കണ്ടിട്ട് നമ്മള് AI ഭയങ്കരമായിന്ന് വിചാരിക്കാൻ പറ്റുമോ?
മീൻസ് ഞാൻ ഷോൺ കേരള അങ്ങനെ ആരോ പോഡ്കാസ്റ്റിൽ പറഞ്ഞാണ്, അതിൽ വേർഡ്സ് വെച്ച് മാത്രം കളിക്കണം, അതിന്റെ ഉള്ളിൽ ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യാനുള്ള സാധനം വന്നിട്ടില്ല. അതാണ് നമ്മൾ ശരിക്കും ഒരു ജമ്പായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അതാണല്ലോ ഞാൻ വേർഡ്സ് പറഞ്ഞത്. വെച്ച് നേരത്തെ അപ്പം കണ്ട അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഷോൺ പറയുന്നത്, ഞാൻ ഈ ചാറ്റ് ജിപിറ്റിനോട് ഒരു ഇത് കൊടുത്തു, ഒരു കേസ് കൊടുത്തു. ചെസ് ഇതാണ് ഒരു സിനാരിയോ ആണ്. 2 ടീം ചെസ് കളിക്കുമ്പോൾ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ ജയിക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അന്നേരം ഈസി ആയിട്ട് ആൻസർ പറയുന്നുണ്ട്. പിന്നെ ഷോൺ ഒരു ഇത് മാറ്റി, ആ ചെസ്സിന്റെ റൂൾസ് മാറ്റി. എന്തോ രീതിയിൽ ഈ ബോക്സിലുള്ള സാധനം ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ആക്കണമെന്നോ ബോക്സിന്റെ നമ്പർ ഓർക്കണം, അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ച് എന്നിട്ട് പറഞ്ഞു ഇതിൽ ആരാ ജയിക്കലെന്ന്. അപ്പം അങ്ങനെ ഒരു കേസ് വന്നപ്പം ചാറ്റ് ജിപിറ്റി വെറുതെ എന്തൊക്കെയോ പറഞ്ഞു, വൈറ്റ് ജയിക്കാം ബ്ലാക്ക് ജയിക്കാം. പക്ഷെ ശരിക്കും ആ സിനാരിയോയില് ചെക്ക്മേറ്റ് ആവും. ഒറ്റൊരു മൂവില് വൈറ്റ് ജയിക്കുന്ന രീതിയിലാണ് ആ സെറ്റപ്പ് റൂൾസ് മാറ്റിയേക്കുന്നത്. പക്ഷെങ്കിൽ ചാറ്റ് ജിപിറ്റിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ചാറ്റ് ജിപിറ്റിക്ക് ഒരു മോഡൽ ഇല്ല. അതിന്റെ അകത്ത് ഇങ്ങനെ ബോർഡ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള, കോൺഷ്യസ് ആയിട്ടല്ല, ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്യാനുള്ള സാധനം പോലും ഒരു ബോർഡ് ഇല്ല അതിന്റെ മൈൻഡില്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ആ ലെവൽ എത്തുമ്പോഴാണ് നമ്മൾ സീരിയസ് ആയി ഉപയോഗിച്ചത്. ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഞാനിപ്പോ പുസ്തകം ഇപ്പൊ ഞാൻ ബുക്ക് വായിക്കുമ്പോ GPT-4 വെച്ചിട്ടാ വായിക്കുക. സൈഡിൽ ബുക്ക് ഉണ്ടാവും, GPT-4 ഉണ്ടാവും. എന്നിട്ട് ഓരോ കോൺസെപ്റ്റും ഞാൻ വായിച്ചിട്ട് ഇപ്പോൾ ഇവനോട് ലൈക്ക് GPT-നായിട്ട് ഡിബേറ്റ് ചെയ്യും ഈ ടോപ്പിക്കിൽ. അപ്പോൾ GPT-നോട് ജസ്റ്റ് പോയിന്റ്സ് ചോദിക്കുക. ഈ ഓരോ പോയിന്റിലും ഞാൻ കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടൊക്കെ നമ്മൾ ചിന്തിക്കാത്ത പക്ഷെ പോയിന്റ്സ്. അങ്ങനത്തെ ആർട്ടിക്കുലേഷന് കൺസെപ്ച്വൽ ഫോർമേഷൻ ആണോ അതോ പഴയ ഏതോ പേപ്പറിന് ആ വേർഡ്സ് എടുത്തിട്ട് റാസിക്ക് തന്നിട്ട് ആ ഫോർമേഷൻ മാറ്റാണോ? It looks like the same thing. പക്ഷെ ഞാൻ പുതിയ അനാലജികൾ ലൈക്ക് ഫ്രം ദ മൈൻഡ് പുതിയ അനാലജികൾ കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്താൽ പോലും ആ അനാലജി വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ കണ്ടില്ലേ, അത് ഇറ്റ് ഈസ് ഏബിൾ ടു ഷോ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീസൺ എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അറ്റ് സം ലെവൽ എപ്പോഴും അല്ല, പലപ്പോഴും. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ വെച്ചാൽ ചോദ്യം ഉത്തരം, അതിന് പുതിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ പ്രീവിയസ് നോളേജ്. അതൊരു സ്ഥലത്ത് നിന്ന് പോയി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് അസ്, നമ്മളിപ്പോ അങ്ങനെ. പക്ഷെ ഇതിലിപ്പോ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ഇതൊരു സില്ലി മെറ്റഫറാണ്. പക്ഷേ നമ്മളൊരു പാരലൽ വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആഫ്റ്റർ ഇന്റർനെറ്റ്. നമ്മളൊരു പാരലൽ വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ബേസ്ഡ് ഓൺ ടെക്സ്റ്റ് വിച്ച് ഈസ് റിസൈഡിങ് ഇൻ ദ ഇന്റർനെറ്റ്. ആ ഒരു പാരലൽ വേൾഡ് മാത്രമാണ് ചാറ്റ് ജിപിറ്റിയുടെ ഒരു അതല്ല ഞാൻ നേരത്തെ പറഞ്ഞു, സെൻസറി ഇല്ല, പക്ഷേ ഇതേ കാര്യം തന്നെയാണ് ഫിലോസഫി ഓഫ് ലാംഗ്വേജിൽ ഫിലോസഫേഴ്സ് പറയുന്നത്. നമ്മൾ ഭാഷ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പുതിയ ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു പുതിയ പാരലൽ വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാഷ വരുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു ആൾക്കാർ ചിന്തിച്ചിരുന്നത്. അതേപോലെ ആർട്ടിക്കുലേഷൻ, അവരെ റീസണിങ്, അല്ലെങ്കിൽ അപ്പൊ അതേപോലെ തന്നെയല്ലേ ഇതും. അല്ല, പക്ഷെ ഞാൻ വേറെ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഇങ്ങനെ കുറെ നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ കോൺസെപ്റ്റുകളായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചൈനീസ് റൂമിന്റെ ഇഷ്യൂ. ചൈനീസ് റൂമിൽ വേർ ഡസ് ദ അണ്ടർസ്റ്റാൻഡിങ് കം ഫ്രം? ദി അണ്ടർസ്റ്റാൻഡിങ് കംസ് അറ്റ് അനദർ ലെവൽ. അപ്പൊ ചാറ്റ് ജിപിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ലുക്സ് ലൈക്ക് ആസ് ഇഫ് ഇറ്റ് ഈസ് കം ഫ്രം അനദർ ലെവൽ, ഫ്രം അസ്, ഫ്രം എ കളക്റ്റീവ് അസ്. നമ്മുടെ കളക്റ്റീവ് ആയിട്ടുള്ള കുറെ തോട്ട്സും കുറെ ടെക്സ്റ്റിൽ ആ ഒരു ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ ആണ് ആ അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ്സ് എ ബേസിസ് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ചാറ്റ് ജിപിറ്റി. ചാറ്റ് ജിപിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ലുക്സ് ലൈക്ക് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് മെനി തിങ്സ്, ബട്ട് ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി ഹാവ് ഗിവൺ ഇറ്റ് കളക്റ്റീവ്ലി. അതിന് സംശയമൊന്നുമില്ല. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന ടേമിന്റെ കോൺസെപ്റ്റ് ആണ് മാറ്റേണ്ടത്. അത് ഭയങ്കരമാണ്. അത് ജസ്റ്റ് ഗോട്ട് ഡീപ് ഫിലോസഫിക്കൽ ഡെഫിനറ്റ്ലി ഇംപ്ലിക്കേഷൻസ്. ഐ ഫീൽ ദാറ്റ് വിത്തൗട്ട് കോൺഷ്യസ്നസ് ക്യാൻ എ ഫിലോസഫിക്കൽ സോംബി എക്സിസ്റ്റ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ആൻസർ ആണ്. ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് പ്രോബ്ലി ബിക്കോസ് ചാറ്റ് GPT-4 ലുക്സ് ലൈക്ക് എ ഫിലോസഫിക്കൽ സോംബി ഇഫ് ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഫിലോസഫിക്കൽ സോംബി എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ സെയിം ബ്രെയിന്
ഇസ് ഇറ്റ് പോസിബിൾ ടു കോപ്പി അവർ സെയിം ബ്രെയിൻ എക്സാക്ട്ലി, ബട്ട് ആ സാധനത്തിന് കോൺഷ്യസ്നെസ് ഇല്ല. ആ അതാണ് രീതിയിലാണ് ഈ philosophical. ഫ്രെയിം കാരണം സോംബി. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പറയുന്ന ചാറ്റ് ഇങ്ങനെയല്ല. GPT നമ്മളെ ബിഹേവിയേഴ്സ് കോപ്പി ചെയ്യുന്നുണ്ട് തന്നെ ഇല്ല വിചാരിക്കുക. ബിഹേവിയർ ഇല്ല. അപ്പോഴും സ്റ്റിൽ അത് ഫിലോസഫിക്കൽ സോംബി ആയില്ല. നമ്മളെ എന്താ ലൈക്ക് ഫിസിക്കൽ നമ്മുടെ ബ്രെയിൻ സ്റ്റേറ്റ് കോപ്പി അടിക്കണം. കോപ്പി ചെയ്യണം. അതേപോലെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നോ? അങ്ങനെ തന്നെ ആറ്റം ബൈ ചെയ്യണമെന്നല്ല ആറ്റം ഞാൻ പറഞ്ഞു. ആറ്റം ബൈ ആറ്റം കോപ്പി ഇല്ല ചെയ്താൽ ഇല്ല ഇല്ല, അതല്ല അതല്ല, അങ്ങനെ അത് ഒരു വേറെ, അത് ഓക്കെ, അങ്ങനെ വേറെ. ആറ്റം ബൈ ആറ്റം കോപ്പി ചെയ്തിട്ട് അവർക്ക് കോൺഷ്യസ്നെസ് ഇല്ലാത്ത അവസ്ഥ വരുമോ? ഇല്ല ഇല്ല, അതല്ല ഫിലോസഫിക്കൽ സോംബി എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, അത് വേറൊരു ആർഗ്യുമെന്റ് ആണ്. അത് വേറൊരു ഫിലോസഫിക്കൽ തോട്ട് എക്സ്പെരിമെന്റ് ആണ്. അതായത് നമ്മൾ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് മിമിക് ചെയ്യാൻ പറ്റുമോ വിത്തൗട്ട് അവർ ബയോളജിക്കൽ ബ്രെയിൻ? അതാണത്. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. ഞാൻ ചോദിച്ചത് നമ്മളെ എല്ലാ ഫിസിക്കൽ സ്റ്റേറ്റ്സും അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് കോൺഷ്യസ്നെസ് ഇല്ലാത്ത അവസ്ഥ വരും, അത് സോംബി ആവുമോന്ന് അറിയില്ല. ഇതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഒബ്വിയസ്ലി നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അതെ, ചാമേഴ്സിന്റെ തോട്ട് എക്സ്പെരിമെന്റ് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ബ്രെയിൻ അങ്ങനെ കോപ്പി അടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അതിന് കോൺഷ്യസ്നെസ് ഇല്ല. നിങ്ങൾ അതേ ബ്രെയിൻ ഉണ്ട്, പക്ഷെ അതിന് കോൺഷ്യസ്നെസ് ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺസീവ് എങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചാമേഴ്സ് ചോദിക്കുന്നത്. മെറ്റാഫിസിക്കലി ഇമ്പോസിബിൾ ആണ് എന്നാണ് ആ കൺസിഡറേഷൻ. അല്ല, തോട്ട് എക്സ്പീരിയൻസ് ഇറ്റ് ലുക്സ് ലൈക്ക് മെറ്റഫോറിക്കലി ഇമ്പോസിബിൾ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ബ്രെയിൻ സ്റ്റേറ്റ് എല്ലാം അങ്ങനെ തന്നെ കോപ്പി അടിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നു. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. അതെ, തോട്ട് എക്സ്പെരിമെന്റിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ. അതാണ് തോട്ട് എക്സ്പെരിമെന്റ്. തോട്ട് എക്സ്പെരിമെന്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും there might be a fundamental difference between what is practically possible and what is impractically, I mean, this thing. There can be fundamental differences also in that. ഓക്കെ, നമ്മളിനി Questions വല്ലതും ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ആയിട്ട് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ഇത് അഡ്രസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഡാറ്റ ബയാസിന്റെ. പിന്നെ ഇതും അഡ്രസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് GPT കോൺഷ്യസ്നെസ് ഓൾറെഡി അത് പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഡസന്റ് അപ്പിയർ ടു ഹാവ് കോൺഷ്യസ്നെസ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോ എനിക്കിപ്പോ റാസിക്ക് കോൺഷ്യസ്നെസ് ഉണ്ടോന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ദർശന അല്ല, അത് സെയിം എവല്യൂഷണറി ട്രാക്ക് ആയതുകൊണ്ട് ആയതുകൊണ്ട് we are just assuming I am having a subjective experience. This person is just like me and just like has got the same evolutionary track for the last billion years. So it must be, it's like an induction. Yeah, it is like an induction, problem of induction. It's like an inductive reasoning. I'm just generalizing. ഓക്കെ, പിന്നെ ഫിനോമിനൽ കോൺഷ്യസ്നെസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതും അതും അങ്ങനെ ഒരു ഡിബേറ്റും നടക്കുന്നുണ്ട്. ഇത് ഇൻസ്ട്രുമെന്റ് VG തരുന്ന എന്തെങ്കിലും സോഫ്റ്റ്വെയർ, അതും ചാറ്റ് GPTനോടാണ് ചോദിച്ചു നോക്ക്, പുള്ളി പറഞ്ഞുതരും. അതെ, ഇനി അതെ ഭാവിയിൽ അങ്ങനെ വരുമോ? അതാ ഞാൻ ദർശനോട് എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഭാവിയിൽ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിന്റെയും ഹാർട്ടിൽ ഇപ്പൊ ഒരു ചെറിയൊരു നമുക്ക് കിട്ടുന്ന നമ്മുടെ ഫോൺ, സെൽഫോൺ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു തുണി തുടയ്ക്കുന്ന റോബോട്ട്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ എല്ലാ ഡിവൈസസിലും ഹാർട്ട് ദർ മൈറ്റ് ബി ആൻ LLM, ഒരു ലാർജ് ലാംഗ്വേജ് മോഡലും ഒരു ഉണ്ടാവും. അപ്പം ഒരു LLM നമ്മളിപ്പോൾ ഒരു പാത്ത് ഇപ്പം എങ്ങനെയാണ് മിക്ക കമ്പനികളും കാണുന്നത് വെച്ചാൽ അതൊരു ഇന്റർഫേസ് ആയിട്ട് മാറാം. ഇപ്പൊ ടച്ച് സ്ക്രീൻ ഒരു ഇന്റർഫേസ് ആയിട്ട് മാറിയ പോലെ ബൈ വോയിസ് ഒരു ഇന്റർഫേസ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. NVIDIA ഓൾറെഡി ലോക്കൽ LLM സ്റ്റാർട്ട് ചെയ്തില്ലേ? ഐ മീൻ എഡ്ജ് പല കമ്പനികളും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് വെരി ലൈക്ക് എക്സ്പെൻസീവ് ഫോർ ദം ടു മെയിൻറ്റെയിൻ ഓൾ ദ തിങ്സ്. അപ്പം ഓരോരുത്തരും ഇപ്പം എന്താ പറയുക, ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചാറ്റ് GPT യൂസ് ചെയ്യുകയാണെങ്കിൽ അത് റൺ ചെയ്യാൻ വേണ്ടി ഓപ്പൺ കോടികൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്വന്തം ഡിവൈസിൽ തന്നെ റൺ ചെയ്യാനായിരിക്കും ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ. സോ ഇപ്പൊ NVIDIAയുടെ 3000 4000 സീരീസിൽ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇപ്പൊ 3000 ഉണ്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഫോണിൽ പറ്റും ആക്ച്വലി. നമ്മളൊരു 8 GB മിനിമം റാം ഉള്ളൊരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ പ്രൈവറ്റ് LLM എന്ന് പറഞ്ഞൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്താൽ 7B ലാമ മോഡൽ റൺ ചെയ്യാൻ പറ്റും.
വെരി ബേസിക് ആണ്. അത് ChatGPT പോലെ അത്ര വലിയ സാധനമൊന്നുമല്ല, ചെറിയൊരു മോഡൽ. പക്ഷെ റൺ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു എക്സ്പെരിമെന്റൽ മോഡൽ. ഇപ്പോൾ GPT-4നെ ആക്ച്വലി ജിമിനി 1.5 ജിമിനി പ്രോ വെട്ടിച്ച് എന്നാണല്ലോ, ലൈക്ക് അനലിറ്റിക്കൽ തിങ്കിങ്ങിലും ഇതിലൊക്കെ. പ്ലസ് അതിന് കൂടുതൽ ടോക്കൺസ് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതെ, പറ്റും. ഏർലി ഈ ഡേയ്സ് അലക്സയും സിറിയും ജിമ്മി പറ. ഇല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഏർലി ഡേയ്സ് ആണെന്ന് തോന്നിയെന്ന് മാത്രം. ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അതൊരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കർവ് പറയില്ല, ഏർലി ഡേയ്സ് ആണോ ആണോ അതോ ടോപ്പിലാണോ നമുക്കറിയില്ല. എടാ, GPT ഉണ്ടാക്കിയ പാട്ടുകൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവോ? ഇല്ലല്ലോ. ഇല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവുക മനുഷ്യന്മാരുണ്ടാക്കിയ പാട്ടുകൾ. അതൊക്കെ പ്രശ്നങ്ങളാണ്. കൊറേ ലോ സൂട്ട്സ് നടക്കുന്നുണ്ട് ഓൾറെഡി. അല്ല, ആർട്സുകൾക്ക് ഉണ്ടാവോ? ഐ മീൻ ഡാലി ഉണ്ടാക്കിയ ഒരു ഫോട്ടോയിൽ ഇപ്പൊ ലെറ്റ്സ് സേ അത് ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ഫോട്ടോയിൽ നിന്നൊരു സിഗ്നേച്ചർ അറിയാണ്ട് പെട്ടു എന്ന് വെച്ചോ, അതൊരു വലിയൊരു പ്രശ്നമാണ്. ആണോ? അല്ല, അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് മിഡ് ജേണിയിലാണോ ഡാലിയുടെ ഏതോ ഒരു പ്രീവിയസ് മോഡലാണെന്ന് അറിഞ്ഞുകൂടാ. ട്രെയിൻ ചെയ്യാൻ കുറെ ഡാറ്റ എടുക്കുന്നുള്ളൂ ഇന്റർനെറ്റിൽ നിന്ന്. സിഗ്നേച്ചർ പെട്ടു. അപ്പം ജനറേറ്റ് ചെയ്ത ഒരു ഇമേജിൽ ആ ഒരു സിഗ്നേച്ചർ അറിയാണ്ട് ജനറേറ്റ് ആയി പോയി. അപ്പൊ ആ സമയത്ത് അങ്ങനെയാണ് ആർട്ടിസ്റ്റിന് മനസ്സിലായത് എന്റെ ആർട്ട് ഇങ്ങനെ ഉപയോഗിച്ചു ഇതിന്റെ ട്രെയിനിങ് എന്നുള്ളത്. അങ്ങനെ ഉടനെ സ്യൂ ചെയ്തു. അപ്പം അതൊരു വലിയൊരു ചർച്ചയാണ്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാനൊരു കാർട്ടൂൺ വരച്ചു. എനിക്ക് വെറുതെ ഒരു കാർട്ടൂൺ പോലെ വരച്ചിട്ട് ഞാനൊരു അതിനെ ആ ഫോട്ടോ ഫീഡ് ചെയ്തിട്ട് അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു കാർട്ടൂൺ ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ നല്ല അടിപൊളിയായിട്ട് അത് ഉണ്ടാക്കി ഒരുമാതിരി. അത് ഞാൻ കാണിച്ചില്ല. നേരത്തെ പൈശാചികമായ എലഫന്റിനെല്ലാം നമുക്ക് കോപ്പിറൈറ്റ് അടി കിട്ടുമോ? തംബ്നെയിൽ ബേസിക്കലി AI വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ജിമ്മിയുടെ ഒരു ഫോട്ടോ ഇട്ട്, ആ ഫോട്ടോ ഇട്ടതിന് ശേഷം ഓരോ സെക്ഷൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്ത് ഈ സാധനം അങ്ങനെ ഓരോ സെക്ഷൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനോടൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അപ്പൊ ജനറേറ്റ്. ഫയർഫ്ലൈ അല്ല, അഡോബിന്റെ ഫോട്ടോഷോപ്പ് തന്നെ. അത് ഇനീഷ്യൽ ഡിസൈൻ ഇതായിരുന്നു. ഞാൻ ഇവിടെ സ്ക്രീനിലിടാം, അതാ നല്ലത്. നല്ലായിരുന്നു. ഇനീഷ്യലി ഇത് ചെയ്യാന്നാ വിചാരിച്ചത്. പക്ഷെ ജിമ്മിയുടെ ഫേസ് മാത്രമേ ഉള്ളൂ, ആ ബോഡിയും ഫിംഗേഴ്സും ഒക്കെ AI ആണ്. അത് ശരി. ആക്ച്വലി അത് പറയാൻ പാടാണ് കേട്ടോ. ഈവൻ ഐ കുഡ് ഹാവ് ബീൻ ഫൂൾഡ്. ഇനിയിപ്പോ മിക്ക തംബ്നെയിലും AI വെച്ചിട്ടായിരിക്കും ചെയ്യണ്ടാവുക. അപ്പൊ റിഡക്റ്റീവോടെ ഇംപ്ലിക്കേഷൻ ആണ് AI വെച്ചുള്ള ഇംപ്ലിക്കേഷൻ. ചോദ്യം എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ChatGPT യൂസ് ചെയ്തിട്ടൊരു സോങ് ലിറിക്സ് ജനറേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളത് കമ്പോസ് ചെയ്ത് റിലീസ് ചെയ്താൽ ഓപ്പൺ AIക്ക് അത് കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇല്ലാന്ന് തോന്നുന്നു ലീഗലി. ഇല്ല, എനിക്കതൊരു വലിയ പിടുത്തമില്ല. നോക്കേണ്ടി വരും. ChatGPTയോട് ചോദിക്കാം. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലോ. ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറോ AIയുടെ ലിമിറ്റേഷനും തമ്മിൽ എന്തെങ്കിലും? അതൊരു ഭയങ്കര ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറോ ഒക്കെ ഫുൾ വായിച്ച് കുറേ വായിച്ചു. പക്ഷെ അത് ശരിക്കും പറഞ്ഞാലേ മാത്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ അതിന്റെ ഇംപ്ലിക്കേഷൻസ് പറയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു. ഞാനത് വിട്ടു. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ പറഞ്ഞു. ഇൻസ്റ്റൻസിൽ വായിച്ചിട്ടുള്ള അറിവ് തന്നെ ഉള്ളൂ. അല്ല, എനിക്ക് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു വലിയ സംഭവമാണെന്നുള്ളത് എനിക്ക് ഒരു ബോധം വന്നത് റോജർ പെൻറോസിന്റെ മറ്റേ സാധനമാണ്, എംപറേഴ്സ് ന്യൂ മൈൻഡ് വായിക്കുമ്പോഴാണ്. അതിനകത്ത് പുള്ളി പറയുന്നത് മറ്റേ ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറത്തിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എനി സിസ്റ്റം ഓഫ് ഫോർമലൈസ്ഡ് ലോജിക് നമ്മൾ കുറെ ആക്സിയോംസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്പർ തിയറി, സെറ്റ് തിയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറെ ആക്സിയോംസ്, ജിയോമെട്രി ആക്സിയോംസ് ഉണ്ടാക്കി അതിന്റെ പുറത്ത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ പ്രൂഫ്സ് ഉണ്ടാക്കുകയാണല്ലോ. അപ്പൊ ഈ പ്രൂഫ്സ് ഇങ്ങനെ തിരിച്ച് വന്ന് നമുക്ക് അതിനകത്ത് എല്ലാം ഇന്റേണലി കൺസിസ്റ്റന്റ് ആക്കാൻ പറ്റണം.
ഐ മീൻ ഒന്നുകിൽ കൊഹറന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇൻകംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോൾ എവിടെയോ ഒരു ഇൻകോഹറൻസി വരും, ലൈക്ക് ഇൻകോറൻസി വരും. അപ്പൊ അറ്റ് സം പോയിന്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം there will always be statements or equations which will not be complete or consistent. അതായത് നമ്മൾ അത് മനസ്സിലാക്കേണ്ടി വരും, this is true because it looks true. അതാണ് എനിക്ക് മനസ്സിലായത്. സോ ഇറ്റ് നീഡ്സ് സം കൈൻഡ് ഓഫ് ഹ്യൂമൻ ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ്. അല്ലാണ്ട് മാത്തമാറ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ എയറിൽ നിൽക്കില്ല. അത്രയും കാര്യമാണ് എനിക്ക് മനസ്സിലായത്. ശരിയാണോന്ന് അറിയില്ല. എനിക്കൊന്ന് പെൻറോസ് ഒരു ആർഗ്യുമെന്റ് പോലെ യൂസ് ചെയ്തത് നമ്മളെ മൈൻഡിന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെങ്കിൽ മാത്സ് ഉപയോഗിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. സോ നമ്മുടെ മൈൻഡ് മാത്സ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, എന്തോ ഒരു എക്സ്ട്രാ സാധനം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള അതാണ് പുള്ളിയുടെ ആർഗ്യുമെന്റ്. പക്ഷേ ഈ ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം മാത്തമാറ്റിഷ്യൻസിന്റെ ഇടയിൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദാറ്റ് മാത്തമാറ്റിക്സ് ഇസ് ഫണ്ടമെന്റലി നമ്മൾ വിചാരിക്കുന്ന പോലെ എയറിൽ ഇങ്ങനെ നിൽക്കില്ല എന്നുള്ളതാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. ഞാൻ ഇങ്ങനെയുള്ള ആർഗ്യുമെന്റിന് അഗേൻസ്റ്റ് കൗണ്ടർ കേട്ടിട്ടുള്ളത്, അതായത് നമ്മുടെ ബ്രെയിന് മാത്സ് പോലെ അല്ല യൂസ് ചെയ്യുന്നത്, വേറെന്തോ ഒരു എക്സ്ട്രാ സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ അതെ പെൻറോസ് പറയുന്നു. അതെ അപ്പൊ അതിന് കൗണ്ടർ ആയിട്ട് പറയുന്നത് നമ്മളെ ബ്രെയിൻ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിലോ ചിലപ്പോ ആയിരിക്കാലോ, ഇൻകംപ്ലീറ്റ് ആണെങ്കിലും നമ്മളൊരു മൊത്തം പ്രോപ്പർ സിസ്റ്റം അല്ലെങ്കിലോ അവിടെ ഇടയ്ക്ക് ഗ്യാപ്സ് ഒക്കെ ഉണ്ടാവാലോ. നമ്മൾ ബയസോ കോൺട്രത്തിലേക്ക് പോകും നമ്മള്. മാത്തമാറ്റിക്സ് ഇൻവെന്റഡ് ഓർ ഡിസ്കവേർഡ് ബൈ ദ അതാണ് അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ. പക്ഷെ എനക്കും എക്സാക്ട്ലി അറിയില്ല ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഒന്നും. മാത്സ് അറിയാണ്ട് പറ്റൂല. അല്ല, അത് ഭയങ്കര മാത്തമാറ്റിക്കൽ സംഭവമാണ്. അത് കൺസെപ്ച്വൽ ആയിട്ട് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമ്മൾ 1.5 മണിക്കൂറായി. ഇനി എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കണോ അതോ വൈൻഡ് അപ്പ് ചെയ്യണോ? എത്ര നാളെ കുറെ ആയി കഴിഞ്ഞ പിന്നെ അതിന്റെ 1 hour ഓവർ 1 hour അങ്ങനെ 1.5 hour എന്നൊക്കെ കാണുമ്പോൾ ആൾക്കാർ പിന്നെ ക്ലിക്കേ ചെയ്യാതെ പോകും. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് ഇറക്കേണ്ടി വരും. അത് നല്ലൊരു ഐഡിയ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കിട്ടിയിട്ടില്ല, അതാണ് പ്രശ്നം. നമ്മൾ കുറെ നാളായി അന്വേഷിക്കണം ഒരു വീഡിയോ എഡിറ്ററിന് വേണം എന്നുള്ളത്. അപ്പൊ ഇതുവരെ ഏറ്റവും ഒരാളെ ശരിക്കും കിട്ടിയിട്ടില്ല. ചാറ്റ് ജിപിടിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ വീഡിയോ? എല്ലാം ഇനി കുപ്പി നിന്ന ബോത്തിനെ പോലെ ചെയ്യാൻ കട്ട് വീഡിയോ സിമിലർ വേറെ ടൂൾസ് ഉണ്ടാവും. വേറെ ടൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു അതേപോലെയൊക്കെ ഉള്ളത്. ഡാവിൻസി പെട്ടെന്ന് AI ഫീച്ചേഴ്സ് കൊണ്ടുവന്ന ഞാൻ ലൈക്ക് സ്റ്റുഡിയോ വെർഷൻ വാങ്ങുന്നതായിരിക്കും. കാശ് കൊടുത്ത് 20 മിനിറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ, ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അത് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതൊക്കെയാണ് ഇപ്പൊ എല്ലാരും ചെയ്യണേ. പല ഇപ്പൊ ചില ഫീച്ചേഴ്സ് ഉണ്ട്, AI ഫീച്ചേഴ്സ് ഉണ്ട് ഡാവിൻസിയിലായാലും. ആ ഫുൾ വീഡിയോ ട്രാൻസ്ക്രൈബ് ചെയ്ത് തരും, പക്ഷെ അത് ഇംഗ്ലീഷിലാണ്, മലയാളത്തില് സപ്പോർട്ടുകളില്ല. നമ്മൾ ശരിക്കും ചെയ്യാൻ പ്ലാൻ ഉള്ളെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇന്ന് റെലവെന്റ് മാത്രമുള്ള സാധനം റീൽസ് ആക്കിയിട്ട് അങ്ങനെ പ്ലാൻ എല്ലാം ഉണ്ട്. പക്ഷെ അതിനാണ് എഡിറ്ററിന്റെ ആവശ്യം. വീഡിയോസ് എന്തായാലും ഇടാം, 10 minutes 20 minutes. അതെ, മാത്രം, പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം, സൊസൈറ്റിയുടെ ഇംപ്ലിക്കേഷൻ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ നല്ല ഇതുണ്ട്, നല്ല സാധ്യതയുണ്ട്. കാരണം ആൾക്കാർ 10 minutes ചാടി കാണും. ഏതെങ്കിലും ഫേമസ് ഡിബേറ്റുകൾ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ എയുടെ കേസിൽ 2 വ്യൂ ആണ്, ഒപ്റ്റിമിസ്റ്റുകളുണ്ട്, പെസിമിസ്റ്റുകളുണ്ട്. അപ്പൊ AI ഫുള്ളി ലോകത്തിന് ഇല്ലാണ്ടാക്കും എന്ന് പറയണവരുണ്ട്. ഇല്ല, AI മനുഷ്യന്മാരെ സഹായിച്ച് മുന്നോട്ട്. ഞാൻ നല്ല ഓപ്റ്റിമിസ്റ്റ് ആണ്. ലോങ് ടേമിന് ഷോർട്ട് ടേം ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പക്ഷെ ലോങ് ടേം ഭയങ്കര ഓപ്റ്റിമിസ്റ്റ്. AI ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല മനുഷ്യന്മാരെ. അങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഒരു കോൺകറിങ് രീതി, ടെർമിനേറ്റർ രീതി അങ്ങനെ ഒന്നും എത്തൂല എന്നല്ലേ? ചാൻസ് കുറവാണ്, വളരെ അങ്ങനെയാണ് തോന്നുന്നത്, അറിയില്ല കേട്ടോ. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ ഞാൻ കേട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് AI നമ്മൾ അറിയാതെ ചില മിസ്റ്റേക്സ് ചെയ്യും. ഇപ്പം ഞാനൊരു ഡ്രൈവറെ വെച്ച് റാസിന് എന്നെ ഡ്രൈവർ ആക്കി പറഞ്ഞ എന്നെ എത്രയും പെട്ടെന്ന് എയർപോർട്ടിൽ എത്തിക്കുന്നാല് റാസി ഒരു അരമണിക്കൂറിൽ എടുത്തിട്ട് എത്തിക്കുമായിരിക്കും. പക്ഷെ ഞാനൊരു AIനോട് പറയാണ് എന്നെ എത്ര പെട്ടെന്ന് എയർപോർട്ടിൽ എത്തിക്കുന്നതാണ് AI 100 സ്പീഡിൽ പോയി കുറെ റൂമിന്റെ ഇടയിലേക്കെങ്കിലും ബിൽഡിങ്ങിനെ പൊട്ടിച്ച് കളഞ്ഞ്
ഞാൻ പറയുന്നത് മനസ്സിലാവാതെ ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ, റാസിക്ക് ഉണ്ട് അത്. പക്ഷെ AI ഞാനത് ഓൾറെഡി ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഈ കോമൺ സെൻസ് പറഞ്ഞ ഏറ്റവും പെട്ടെന്ന് അതിന്റെ എയർപോർട്ടിൽ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. ഫൈൻ അത് ട്യൂണിങ് പക്ഷെ ഫൈൻ ട്യൂൺ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാതെ ഈ നമ്മള് ഒന്നും ഇറക്കുന്നില്ലല്ലോ ഈ ഡ്രൈവിംഗ്. അതെ അതെ, പിന്നെ നമ്മൾ ഇപ്പൊ കെയർഫുൾ ആവണമെന്നേ ഉള്ളൂ. മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും പൊറാട്ട അടിക്കണ ആളെ കൊണ്ട് പൊറാട്ട അടിപ്പിക്കുക, വണ്ടി ഓടിക്കണ ആളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക എന്നാണല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ എന്തിനാണോ ഫൈൻ ട്യൂൺ ഉള്ളത് അത് ആ ടാസ്കുകൾ കൂടുതൽ ചെയ്യിപ്പിക്കുക. അപ്പോ ഈ പ്രശ്നങ്ങൾ ടെസ്ല പോലത്തെ ഒരു വണ്ടിയിൽ ഇപ്പോൾ LLM വന്നാലും പ്രയോറിറ്റി ഇപ്പോൾ 2 സിസ്റ്റം പാരലൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രയോറിറ്റി ആ കാർ ഡിസിഷൻ പ്രയോറിറ്റി എപ്പോഴും അണ്ടർലൈൻ ടു ദ അതർ AI സിസ്റ്റം. അത് LLM ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല എന്ന രീതിക്കായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. അങ്ങനെ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ പക്ഷെ അത് ഓൾറെഡി അതിനകത്ത് ഭയങ്കര എത്തിക്കൽ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നാളെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടു ഈ എത്തിക്കൽ ഡിബേറ്റ്സ് ഓഫ് ഡ്രൈവിംഗ്. അപ്പം ഒരു ഓൾഡ് ലേഡിയെ ഇടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അപ്പുറത്തൊരു കുട്ടിയെ ഇടിക്കാൻ പോകുന്നു. അപ്പൊ രണ്ടിനെ എന്തായാലും ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്തായാലും ഇടിക്കും. അപ്പൊ എന്തിനെ ഇടിക്കും, ആരെ ഇടിക്കും? അതെ, നമ്മള് ട്രോളി പ്രോബ്ലം സോൾവ് ചെയ്തേ പറ്റൂ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, അതൊരു ചോദ്യമാണല്ലോ. അതെ, അല്ല അത് പലരും പലതാണ് പറയാ, അതാണ് ഭയങ്കര ഇഷ്യൂ. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ കമ്പനീസ് വിൽ ബി ലൈക്ക് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇപ്പോൾ ടെസ്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഉടനെ ഒരു ടെസ്ലയുടെ ഒരു കാർ ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂല് പെടുമ്പോൾ ഉടനെ ടെസ്ലയുടെ CEO-നെയൊക്കെ വിളിച്ചിട്ട് ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരാൾ പോയിട്ട് ഒരാളെ ഇടിക്കും പോലെ ആയിരിക്കില്ല. അപ്പൊ ലൈക്ക് അങ്ങനെ മാത്രല്ല, ഞാനിപ്പോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ അത് എന്റെ ഒരു ഇതിൽ തന്നെ ഒതുങ്ങി നിൽക്കും ആസ് എൻ ഇൻഡിവിജ്വൽ. പക്ഷെ ഒരു ടെസ്ല കാർ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ ഇറ്റ് വിൽ എഫക്ട് മില്യൺസ് ഓഫ് കാർസ്. അതെ അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ വേണം. ഒരു ഓൾഡ് ലേഡിയും ഒരു ചൈൽഡും ഉണ്ടെങ്കിൽ ആരെ ഇടിക്കണം എന്നുള്ള ഒരു സൊല്യൂഷൻ ഈ ടെസ്ല കാറിനകത്ത് കയറ്റണം. പക്ഷേ ഡ്രൈവ് എന്റെ തലയിൽ ഉണ്ടാവണമെന്നില്ല. ഓൺ ദ സ്പോട്ട് എന്റെ കയ്യിൽ നിന്ന് എന്ത് സംഭവിക്കുന്നോ അത് സംഭവിക്കും. പക്ഷെ ഈ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിർബന്ധിതരാവുകയാണ് ടെസ്ല കാറിന്റെ കോഡേഴ്സ്. നേരത്തെ ചോദ്യത്തിന് മറ്റേ ലൈക്ക് സോങ് ലിറിക്സിന്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ആക്ച്വലി ഓപ്പൺ AI ക്ലെയിം ചെയ്യില്ല എന്നാണ് എനിക്ക് കണ്ടെത്താൻ പറ്റിയത്. ഗൂഗിൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അവർ ചെയ്യില്ല. അവർ ChatGPT നമ്മളൊന്നും ഉണ്ടാക്കിയാലും നമുക്ക് സ്വന്തം എടുത്തുകൊണ്ട് പോകാന്നുള്ള രീതിക്കാണ്. ഇതൊരു നല്ല ചോദ്യമാണ്. ഹൗ ഡു യു സീ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ടിങ് എവറിഡേ ലൈഫ് ഇൻ ദ നെക്സ്റ്റ് ഡെക്കേഡ് ആൻഡ് വാട്ട് പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ഡു യു ആന്റിസിപ്പേറ്റ്? നല്ല ചോദ്യമാണ്. എന്റെ തോന്നല് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരും. ഈ പറഞ്ഞ പോലെ LLMs എല്ലാം ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇറ്റ്സ് AI ജനറേറ്റഡ് ക്വസ്റ്റ്യൻ. അതെങ്ങനെയാ ജനറേറ്റ് ചെയ്തതെന്ന് ചോദിക്കണം. അതെ, എന്ത് പ്രോംപ്റ്റ് എടുത്തത്, എന്ത് പ്രോംപ്റ്റ് കൊടുത്ത് എന്നുള്ളതാണ്. അൺപ്രഡിക്റ്റബിൾ, വെരി അൺപ്രഡിക്റ്റബിൾ. I think so. ലാസ്റ്റ് ഇയർ വീഡിയോ ജനറേഷൻ AI-യുടെ ഒരു ഔട്ട്പുട്ട് മറ്റേ വിൽ സ്മിത്ത് നൂഡിൽസ് കഴിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലുണ്ട്. ഇപ്പോൾ അത് 1 year മുന്നേ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ഇറ്റ്സ് വെരി ഫ്ലൗഡ്. അത് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം അത് AI ഉണ്ടാക്കിയതാണ് എനിക്ക് അറിയാം. പക്ഷെ ഇന്ന് സോറ ഇറക്കുന്ന വീഡിയോസ് ലൈക്ക് ആ ഒരു ഇയറിൽ ഉണ്ടായ ഡിഫറൻസ് ഇസ് ഹ്യൂജ്. അപ്പൊ നമ്മളിപ്പോ 10 കൊല്ലത്തേക്ക് നമ്മളിപ്പം വിൽ ബി റോങ് ഈവൻ പ്രിഡിക്റ്റ്. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഓക്കെ വാട്ട് വുഡ് ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ all programming may suddenly become text. Lot of programmers are going to lose their jobs. The entire field might become very very different. പിന്നെ AI agents എല്ലായിടത്തും വരും. You just would need to say അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, നാളെ എൻ്റെ കാണാനുള്ള സിനിമ ഏതാണുള്ളതെന്ന് പറഞ്ഞ് അത് ബുക്ക് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഗോയിങ് ടു ഹാപ്പൻ. പിന്നെ മെഡിസിനിൽ ഐ തിങ്ക് I don't know. It all depends on a lot of factors. Initial consultations ഒക്കെ maybe AI can do. ആ ഒരു ലെവലിലൊക്കെ വന്നെന്നിരിക്കാം. പ്രൈമറി ഡോക്ടറിന് പകരം ഒരു AI may see you first. എങ്ങനെയൊക്കെ എന്തായാലും ട്വിസ്റ്റ് അടിപൊളിയായി. ബാദുഷ എന്തായാലും ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായി. നമ്മളെല്ലാരും പറ്റിക്കപ്പെട്ട്. ബാദുഷ യൂസ് ചെയ്ത AI. ജനറേറ്റ് ഗുഡ് ക്വസ്റ്റ്യൻ ഫോർ അങ്ങനെ ടോപ്പിക് വീഡിയോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഞാൻ GPT-നോട് മറ്റാ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ, ആരടിക്കണം എന്നുള്ളത്. പുള്ളി പറഞ്ഞത് ഇത് വളരെ മോറലി ചാലഞ്ചിങ് ആയിട്ടുള്ള സിനാരിയോ ആണ്, ലൈക്ക് ട്രോളി പ്രോബ്ലം.
ഇതിന് കറക്റ്റ് യൂണിവേഴ്സലി അഗ്രീഡ് അപ്പോൺ ആൻസർ ഒന്നുമില്ല. ഒരുപാട് കോംപ്ലക്സ് മോറൽ കൺസിഡറേഷൻസ് നമ്മൾ നോക്കണം. അപ്പോൾ സം ആർഗ്യുമെൻറ്റ്സ് കുഡ് ബി മെയ്ഡ് ഫോർ ഈതർ ചോയ്സ്. ഏത് ചോയ്സിനും ആർഗ്യുമെൻറ്റ്സ് മേക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് പൊസിഷനുള്ള ആർഗ്യുമെൻ്റ് ഉണ്ട്. സേവിങ് ദ യങ് ചൈൽഡും സേവിങ് ദ ഓൾഡ് പേഴ്സണും. സേവിങ് ദ യങ് ചൈൽഡിന് കൊടുത്തുള്ളത് എന്താ, യങ് ചൈൽഡിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഇയർ ഹെഡ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും ലൈക്ക് ഫ്യൂച്ചർ പ്രിസർവ് ചെയ്യാൻ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിലേക്ക് പ്രിസർവ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതായിരിക്കും എന്നുള്ളത്. പിന്നെ സേവിങ് ദ ഓൾഡ് പേഴ്സണിന് കൊടുത്തുള്ളത് ഓൾറെഡി ലീവ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ ലൈഫ്. സാക്രിഫൈസിങ് ദം വുഡ് റിസൾട്ട് ഇൻ ലെസ് ഓവറോൾ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ഇയേഴ്സ് ഓഫ് ലൈഫ്. അത് മനസ്സിലായോ? എനിക്ക് കറക്റ്റ് എനിവേ ultimately the decision may depend on various factors such as personal moral belief, cultural norm, individual ethical framework. അതുകൊണ്ട് it's worth noting that in real life situation split second decision like this are often influenced by instincts rather than conscious deliberation. റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഇതൊക്കെ സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷൻ ആണല്ലോ, അത് ഇൻസ്റ്റിങ്സ് ബേസ് ആണ്, അല്ലാതെ കോൺഷ്യസ് ഡെലിബറേഷൻ ബേസ്ഡ് അല്ലാന്ന് ഇതുപോലെ റീസൺ ചെയ്തിട്ട്. ഇനി ആ സെക്കൻഡ് പോയിന്റ് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇടാൻ നോക്കാം. പക്ഷെ അങ്ങനെ പ്രോംപ്റ്റ് ചെയ്താൽ ഇത് തന്നെ പറയും, അറിയില്ല എന്ന് പറയാം. അറിയില്ല. As of my knowledge in April 2023, I don't know. അതെ അങ്ങനെ പറയും. കറക്റ്റ്. വേറെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ റാസി? ദർശൻ വേറൊരു കാര്യം എന്താ, ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാളും മാറ്റങ്ങൾ ആക്ച്വലി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്റർനെറ്റ് വാസ് എ ഹ്യൂജ് ലീപ്പ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും 10-25 കൊല്ലം മുമ്പ് ആണല്ലോ ഇതുപോലെ ആയത്. പിന്നെ വന്നത് സ്മാർട്ട് ഫോണാണ്, ഭയങ്കര ഒരു ലീപ്പ്. പിന്നെ വന്നത് സോഷ്യൽ മീഡിയ. ഈച്ച് ഈസ് എ ഹ്യൂജ് ലീപ്പ്. നമ്മളത് ഇങ്ങനെ അത് നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മളത് അത്രയും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ എഐയുടെ അത്ര പോലെയൊക്കെ ആവുള്ളൂ, അതൊക്കെ അതുപോലെയൊക്കെ തന്നെ ആവുള്ളൂ എന്ന് പറയുന്നവരും ഉണ്ട്. അതോ അതിൻ്റെ അപ്പുറമുള്ള ഒരു കൺസെപ്ച്വൽ ലീപ്പ് ഉണ്ടാവുമോ എന്നാണ് എൻ്റെ നോട്ടത്തിൽ. അതിനേക്കാളും വലിയ ഒരു കൺസെപ്ച്വൽ ആൻഡ് ലീപ്പ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ട്രൈ ചെയ്യും. ആൾറെഡി ഓവർ ഹൈപ്ഡ് ആണല്ലോ, നമുക്ക് അവിടെ എന്തായാലും എത്തണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് എന്തോ ഒരു ടാർഗറ്റ് ഉള്ളത് പോലെയാണ് നമ്മൾ ഇപ്പം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പെരുമാറുന്ന. ലൈക്ക് ദേ ഹാവ് ടു റീച്ച് ഹിയർ എന്ന രീതിക്ക് പോകുമ്പോൾ നമ്മൾ എന്തായാലും പുഷ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഇത് ആൾറെഡി ഉണ്ടായി. ഇപ്പോൾ ഈ LLM ഉണ്ടാവുന്നതിന് മുന്നേ, ഇപ്പൊ 2017 ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ ഗൂഗിൾ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളൊരു റോഡ് ബ്ലോക്കിലായിരുന്നു. നമുക്ക് ഈ പ്രഡിക്ഷൻ നമ്മളെ ഫോണിലുണ്ട്. ഇപ്പൊ നമ്മളെ കീബോർഡിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യണത് ആക്ച്വലി എ സ്മോൾ ലാംഗ്വേജ് മോഡൽ. അപ്പം ആ ഒരു രീതിക്ക് ആൾറെഡി ഉണ്ടായിരുന്നപ്പോൾ നമുക്കിപ്പോൾ ഡീപ്പ് ലേണിംഗ് വന്ന സമയത്തും ഒരു ഹാർഡ്വെയർ ബൂസ്റ്റാണ് ഉണ്ടായത്. ഇപ്പോൾ GPUs ഒക്കെ ഭയങ്കരമായിട്ട് പവർഫുൾ ആയപ്പോഴാണ് ഡീപ്പ് ലേണിംഗ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ റോഡ് ബ്ലോക്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പം നെക്സ്റ്റ് റോഡ് ബ്ലോക്ക് ഉണ്ടായെന്ന് വിചാരിച്ചു. ഇപ്പോൾ ലെറ്റ്സ് സേ നെക്സ്റ്റ് 5 years നമ്മൾ ബാക്കി മുന്നോട്ട് പോകാനുള്ള ടെക്നോളജി നമ്മൾ ഇൻവെന്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? അതാണല്ലോ നമ്മളുടെ ഒരു ഹ്യൂമൻസിന്റെ ഒരു ടെൻഡൻസി. അപ്പോൾ നമ്മളത് മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഫീൽ ദാറ്റ് ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഭയങ്കരമായിട്ട് വരും. ഇറ്റ് ഈസ് കൺസെപ്ച്വലി ഓൾറെഡി ഹാപ്പൻ. ഇറ്റ് ഹസ് ഓൾറെഡി ഹാപ്പൻ. അത് നമുക്ക് മടിച്ച് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹ്യൂമൻസ് ഇപ്പം 10,000 പേര് ഓടിക്കുമ്പോൾ ഒരാൾ ആക്സിഡന്റ് ഉണ്ടാക്കുമെങ്കിൽ 1,00,000 പേര് ഓടിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സെൽഫ് ഡ്രൈവിംഗ് കാർസ് വിൽ ഡെഫിനറ്റ്ലി ബി ബെറ്റർ. ആക്സിഡന്റ്സ് ഉണ്ടാവും, പക്ഷെ ഓരോ ആക്സിഡന്റും ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യും ആദ്യം. നല്ല ഹൈപ്പായിരിക്കും. അതെ, ഭയങ്കര ഹൈപ്പ്. മനുഷ്യനെ ആക്സിഡന്റ് ആക്കിയ പോലെയല്ല മെഷീൻ ആക്സിഡന്റ് ആക്കിയ. സെയിം തിങ്. ഇപ്പൊ മെഡിസിനിൽ അത് ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും സെയിം ഇഷ്യൂ വരും. ഒരു 100 ഡോക്ടർമാര് എന്തെങ്കിലും ഒരു ഇനീഷ്യൽ കൺസൾട്ടേഷനിൽ വരുമ്പോൾ ഒരു 10% അല്ലെങ്കിൽ 5% ആൾക്കാർക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമെങ്കിൽ ഇതിന് 1% 0.01% ആണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ.
പക്ഷെ അതിന്റെ ഓരോ മിസ്റ്റേക്സ് വിൽ ബി ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവും. അത് തന്നെ പറയാൻ, ഇല്ല എനിക്ക് അത് വേണ്ട, അത് പോരാ, that kind of thing will be there. നമ്മൾ 145 ആയി. ഇനി എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ദർശൻ, ജിമ്മി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ? ഇല്ല, മതി. പിന്നെ ഇനിയും നീട്ടണ്ടല്ലേ? തോന്നുന്നു. ഇനിയിപ്പം ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാര് നമുക്ക് കമന്റ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് കമന്റ് ചെയ്യാൻ നോക്കാം. കമന്റ്സ് ബേസ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ഫ്യൂച്ചർ വീഡിയോസ് നോക്കാം. ഫ്യൂച്ചർ വീഡിയോസ് നമുക്ക് നോക്കാം. അങ്ങനെ അല്ലെങ്കിൽ ChatGPT കൊണ്ട് പറയാം, മേക്ക് എ വീഡിയോ ദാറ്റ് ലുക്സ് ലൈക്ക് റിഡക്റ്റീവ്സ് ആൻസറിങ് ദ കമന്റ്സ്. എന്നിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. നമ്മളുടെ കുഴി നമ്മളെ തോന്നണേ. ഓക്കെ, എന്നാ ശരി. അടുത്ത ലൈവില് കാണാം. ലൈവ് നിർത്തിയ ഇല്ല.